അയാളുടെ പിടിപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അയാൾക്ക് ഒരു മാസം ഏറ്റവും മിനിമം 1,00,000 രൂപയെങ്കിലും ഇയാൾക്ക് കൊടുക്കണം. പിന്നെ കാറ് വേണം, പിന്നെ സ്ഥലം വീട് വെച്ച് കൊടുക്കും. അങ്ങനെയില്ല, ഇല്ല, അയാളുടെ അണ്ടറിലാണ്. അയാളൊന്നും വിട്ടു പോരാനായിട്ട് പറ്റുകയില്ല ഭയം കൊണ്ട്. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കൗളാലയപുരമാണ് കൊലാലംപൂർ ഒക്കെ ആയിട്ട് മാറിയത്. കൗളമാർഗാവലംബിയായിരുന്ന ഉപാസകന്മാരുടെ കേന്ദ്രമായിട്ടുള്ള പരമശിവനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള നഗരം കൗളാലയപുരം. അവിടെ എന്തൊക്കെ നടന്നിരുന്നു എന്ന് ഇനി അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അല്ല, ആ തരത്തിലുള്ള കർമ്മങ്ങളും പ്രത്യേകിച്ച് ഈ താന്ത്രിക ബുദ്ധമതത്തിൽ ഉള്ള പ്രയോഗ വിധികളും ഒക്കെ ഇപ്പോഴും ധാരാളമായിട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ കൈവശം എന്ന ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ആരോ ഒരാള് ദുഷ്ടമന്ത്രങ്ങളെ കൊണ്ട് ചില വസ്തുക്കൾ എനിക്ക് ആഹാരത്തിൽ കൂടെ തന്നു, അത് വിഷമായിട്ട് മാറി എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പൊതുവെ ആഭിചാരവും അതേപോലെയുള്ള സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിവിധികളും പറ്റുമാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിന്റെ അഭിമുഖത്തിന്റെ രൂപത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമസ്തേ. ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടാണ്. മന്ത്രവാദത്തിനും ഗണേശരാധനയ്ക്കും പേരുകേട്ടതാണ് സൂര്യകാലടി മന. കോട്ടയത്തിനടുത്തുള്ള നട്ടശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മന ഭഗവാൻ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മനയുടെ പൂർവികന്റെ മുന്നിൽ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും അനേകം രഹസ്യമന്ത്രങ്ങളും അവയുടെ പ്രയോഗങ്ങളും അടങ്ങിയ ദൈവിക ഗ്രന്ഥം നൽകി അനുഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം. ഓരോ തലമുറയിലും ഓരോ ആൺകുഞ്ഞിന് സൂര്യൻ എന്ന് പേരിട്ടിരിക്കുന്നത് തൻ്റെ പൂർവികനും സൂര്യനുമായുള്ള സമാഗമത്തിൻ്റെ സ്മരണാർത്ഥമാണ്. നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ് അദ്ദേഹം. ശ്രീ ഭട്ടതിരിപ്പാട് താന്ത്രികാചാരങ്ങളിൽ ഒരു അധികാരിയായി കണക്കാക്കപ്പെടുന്നു. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ പ്രദേശങ്ങളിലൊന്നാണ് ലഡാക്കിലെ ലേ ഡിസ്ട്രിക്റ്റിലുള്ള കാർദുങ്ല പാസ്. അവിടെ ഇന്ത്യൻ ആർമി വിന്യസിച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി വീരഗണപതി പ്രതിഷ്ഠ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നക്ഷത്രവനം എന്നുള്ള സങ്കല്പം അദ്ദേഹമാണ് മുന്നോട്ട് വച്ചത്. അത് ഇന്ന് പല സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. തിരുമേനിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഗംഗാപ്രവാഹം എന്ന യാത്ര നടന്നു വരുന്നു. ഭാരതത്തിലെ 7 നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഗണപതിക്ക് അഭിഷേകം നടത്തി ആ ജലം കേരളത്തിലെ 44 നദികളിലും ഗംഗ പോലെ പവിത്രമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് മെഡിസിനാണ് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് വരിക എന്നുള്ളതുകൊണ്ടും ആ ഒരു ഇതിൽ തിരുമേനിയുടെ സംഭാവനകളൊന്ന് തിരുമേനി ഒന്ന് പറയാമോ? അത് ഞാനത് പറയുന്നതിനേക്കാളും നന്നായിട്ട് തിരുമേനി അത് ഒന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ഈ ചികിത്സാ സമ്പ്രദായങ്ങൾ അനവധി ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോ അലോപ്പതി ചികിത്സയാണ് എല്ലാവരും സ്വീകരിച്ചു വരുന്നത് ഇവിടെ ലോകത്തിലാകമാനം തന്നെ. അത് ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരു ചികിത്സാ പദ്ധതി നമുക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് തീർച്ച തന്നെയാണ്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അലോപ്പതിക് മെഡിസിനിൽ മെഡിക്കേഷൻ എന്ന് പറയുന്നത് സമ്പ്രദായം വളരെ കുറവ് തന്നെയാണ്. പല രോഗങ്ങൾക്കും മരുന്ന് ഇല്ല. ഏറ്റവും കൂടുതൽ സർജറിയോ അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് തന്നെ കുറച്ചൊരു ടോട്ടലി എന്ന് പറയുന്നില്ല എങ്കിലും ഒരു അല്പമെങ്കിലും അൺഎത്തിക്കൽ ആണെന്നും കൂടെ പറയേണ്ടി വരും. അപ്പോ ഒരു ഇന്റഗ്രേറ്റഡ് പദ്ധതിയിലേക്ക് പോവുകയാണ് ഏറ്റവും ശരി എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഇപ്പോ ഒരു രോഗത്തിന് ഇന്ന മരുന്ന്, അലോപ്പതിക് മരുന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ആ രോഗത്തിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കുക എന്നുള്ള ഒരു വലിയ തുറന്ന മനസ്സ് ഈ പറയുന്ന ഡോക്ടർമാർക്കും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ആ ഒരു എന്ന് മാത്രമല്ല, ഈ നമ്മുടെ പദ്ധതി അനുസരിച്ച് ആയുർവേദം എന്ന് പറയുന്നതും ഒരു ഉപവേദമായിട്ടാണ് കണക്കാക്കുക. അതിൽ തന്നെ മെഡിക്കേഷൻ എന്ന് പറയുന്നാൽ പോലും അതിലും ഉണ്ട് മന്ത്രത്തിന്റെ അംശം. പലപ്പോഴും അതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്ന പല മരുന്നുകൾക്കും മന്ത്രത്തോടു കൂടിയാണ് അവ ചേർക്കുന്നതും മറ്റുമൊക്കെ. അപ്പോ
അങ്ങനെയാണ് അതിന്റെ ഗുണം, വീര്യം, വിഭാഗം മുതലായവ അറിഞ്ഞ്, അതായത് ഓരോ ദ്രവ്യത്തിന്റെയും ഗുണ, വീര്യ, വിഭാഗങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ആണ് അത് ബ്ലെൻഡ് ആക്കുന്നത്, അതായത് ഒരു മരുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതെല്ലാം ചേർത്ത് അവയെല്ലാം കൂടെ അറിഞ്ഞ് നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധവും അതിൽ നിന്നുള്ള വിമുക്തിയും ഒക്കെ കുറച്ചുകൂടെ നന്നാകും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടതാണ് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഞാനിതിൽ ഈ ആയുർവേദ ചികിത്സയിൽ തന്നെ സമ്പ്രദായം 3 തരം സമ്പ്രദായങ്ങളുണ്ട്. ചികിത്സാ സമ്പ്രദായം തന്നെ ദൈവ വ്യപാശ്രയ ചികിത്സ, യുക്തി വ്യപാശ്രയ ചികിത്സ, സത്വാവജയ ചികിത്സ, അങ്ങനെ 3 പദ്ധതി പ്രകാരമാണ് ചികിത്സിക്കുക. സാധാരണ എല്ലാവരും തന്നെ, അഥവാ ആയുർവേദത്തിൽ നിന്നല്ല മറ്റെല്ലാ സമ്പ്രദായത്തിലും യുക്തി വ്യപാശ്രയ ചികിത്സയാണ് ചെയ്യുന്നത്. അതായത് യുക്തി കൊണ്ടും മരുന്നുകളെ കൊണ്ടും അവനവന്റെ യുക്തി ഉപയോഗിച്ച് മെഡിക്കേഷൻ ചെയ്യുന്നതിനെയാണ് യുക്തി വ്യപാശ്രയ ചികിത്സ എന്ന് പറയുന്നത്. ദൈവവിഭാഷ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് പലതും എന്ത് വേണമെങ്കിലും അതിൻ്റെ അകത്ത് ചേർക്കാം. മണി, മന്ത്രം, ഔഷധം, അങ്ങനെ തുടങ്ങിയിട്ട് അനവധി, ആൻഡ് ദ റെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഏത് പദ്ധതിയും, അതിന് ഉപയുക്തമാകുന്ന ഏത് പദ്ധതിയും നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് അതിനെയെല്ലാം വേണ്ട രീതിയിൽ സമഞ്ജസമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒരു മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് എന്താണെന്നും അതിന്റെ ഗുണ, വീര്യ, വിഭാഗങ്ങൾ എന്താണെന്നും അറിയാം എന്നുണ്ടെങ്കിൽ അതിന്റെ മന്ത്രം എന്താണെന്നും കൂടെ നമുക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്. അഥവാ ഇവിടെ റിസർച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ക്ഷേത്ര തന്ത്രങ്ങളെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തില് പലതരത്തിലുള്ള ആയുർവേദ എന്ന് പറയാവുന്ന ദ്രവ്യങ്ങൾ ഈ കലശങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തുകൊണ്ട് ഓരോരോ ദേവന്മാർക്കും ഓരോരോ വസ്തുക്കൾ ചേർക്കുന്നു, ഓരോരോ കോമ്പിനേഷൻ ഉണ്ടാകുന്നു? അത് ആ ദേവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ആ വസ്തുക്കൾ എന്തുകൊണ്ട് മാറുന്നു, എന്ത് ഗുണമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്കിതിൻ്റെയൊക്കെ തെറാപ്യൂട്ടിക്കൽ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അങ്ങനെ അതിനെ മനസ്സിലാക്കി അതിന് ഉപയുക്തമായിട്ടുള്ള മന്ത്രങ്ങളെയും കൂടെ ചേർത്ത് ഉള്ള ചികിത്സാ പദ്ധതിക്ക് ആണ് ദൈവവിഭാഷയ ചികിത്സ എന്ന് പറയുന്നത്. ആ ഒരു സമ്പ്രദായത്തിലുള്ള ചില യാഗങ്ങളും ചില ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ ഞാനിവിടെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഞാനൊരു ഡോക്ടറൊന്നും അല്ല, അതുകൊണ്ട് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എൻ്റെ കൂട്ടത്തില് ചില ആയുർവേദ ഡോക്ടർമാര്, ഫിസിഷ്യൻസ്, മറ്റേ അലോപ്പതിക് ഡോക്ടർമാർ, അങ്ങനെയൊക്കെ കുറച്ചൊരു ഗ്രൂപ്പ് എനിക്കുണ്ട്. അവരൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കി. പയോവർദ്ധകം എന്നാണ് അതിന്റെ പേര്. 12 ദിവസത്തെ ട്രീറ്റ്മെന്റ് അഥവാ യാഗമാണ്, പയോവർദ്ധക യാഗമാണ്. അന്ന് 2 തവണ ചെയ്തു. 2 തവണയും നമുക്കത് ഒരു ധനം അതിന് വേണ്ടിയിട്ടല്ല എന്ന് മാത്രമല്ല, മുഴുവൻ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നടത്താൻ പറ്റില്ല. എന്നാലും ഒരു 10-25ഓളം രോഗികളെ സെലക്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ അമൃത പോലെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഓങ്കോളജി പ്രൊഫസർമാരും ഒക്കെ നിശ്ചയിച്ച പ്രകാരം, അവർ സജസ്റ്റ് ചെയ്ത് അയച്ച പ്രകാരമുള്ള രോഗികളെ അവരുടെയും കൂടെ മേൽനോട്ടത്തിൽ ഇവിടെ താമസിപ്പിച്ച് ഈ പറയുന്ന ദൈവവിഭാഷയ ചികിത്സാ സമ്പ്രദായ പ്രകാരത്തിൽ ട്രീറ്റ് ചെയ്യുകയും അവരിൽ എല്ലാവർക്കും തന്നെ ആരോഗ്യം വളരെ പുഷ്ടിപ്പെടുകയും, ചിലർക്കൊക്കെ ആ ക്യാൻസർ മാർക്സ് തന്നെ 250 ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നത് കുറഞ്ഞ് 12.8 വരെയൊക്കെ കുറഞ്ഞ്, അതായത് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വരെ എത്തുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഫിനോമിനലി ഐ ഹാവ് ഡൺ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഐ ഹാവ് ഡൺ, ഈ ഫിനോമിനൻ ഉപയോഗിച്ച് ഇത് പ്രാവർത്തികമാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കുറേയൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയുഷ് മിനിസ്ട്രി എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആയുർവേദ കോൺഗ്രസിനും ഞാനൊരു സ്ഥിരം ക്ഷണിതാവാണ്. കഴിഞ്ഞ അടുത്തത് ഡെറാഡൂണിൽ വെച്ച് നടക്കുന്നു. എന്നോട് ചോദിച്ചു ഏതൊരു രോഗത്തെ പറ്റിയാണ് അങ്ങ് തവണ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാനത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ദുബായിൽ വെച്ചിട്ട് നടന്നിരുന്ന ഈ ജനുവരിയിൽ വെച്ച് അവിടെ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസിൽ എനിക്ക് ഓട്ടിസം ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പൊ അതൊക്കെ ഈ ദൈവവിഭാഷയ ചികിത്സാ സമ്പ്രദായത്തിൽ കൂടെ, അഥവാ താന്ത്രിക പദ്ധതിയിൽ കൂടെ നോക്കിക്കണ്ട് അതിനെന്ത് ചെയ്യാം എന്ന് ഒക്കെയുള്ള ചില പരീക്ഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെ ഒരു കാൽവയ്പ് നടത്തിക്കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും. അത്രയേ ഉള്ളൂ എനിക്കത് ചെയ്യാവുന്ന ഒരു പരിധി വരെ ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് വളരെ എന്താ പറയാ, അത്ഭുതാവഹമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഞാനിപ്പോൾ വിചാരിക്കുകയായിരുന്നു ഇനി വരുന്നൊരു ഒരു പ്രോഗ്രാമിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് ശരിക്കും സംസാരിക്കേണ്ടതാണെന്ന് ഇങ്ങനെ മനസ്സിലാലോചിച്ചതാണ്. കാരണം അത്രയും എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള
ജനോപകാരപ്രദമായിട്ടുള്ള ഒരു 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 കാര്യമാണത്. എന്നാൽ അത്രയ്ക്ക് അതിന് പുറത്തേക്ക് ആൾക്കാർക്ക് അത്രയ്ക്ക് അറിവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കുറവ് അല്ല, ഇത് ഇതിപ്പോ പറയുന്നത് ഈ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ക്യാൻസർ എല്ലാവർക്കും എന്ന പോലെ എനിക്കും പേടിയുള്ള ഒരു വലിയ അസുഖം തന്നെയാണ്. അഥവാ ഇതിനേക്കാളൊക്കെ വലിയ ഭയമായിരുന്നു ഒരു കാലത്ത്. നമ്മള് സിനിമകളിൽ കൂടെയാണ് ഈ ക്യാൻസറിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പഴയ കാലത്ത്, അഥവാ എൻ്റെയൊക്കെ കോളേജ് കാലം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലത്തൊക്കെ ഒരു 80s-ലും 90s-ലും ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്, ഈ ക്യാൻസർ വന്ന് നായകൻ അവസാനം മരിക്കുന്ന ദുഃഖപര്യവസായി ആയിട്ടുള്ള സിനിമകളൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ അത് പോരാതെ വന്നപ്പോ കുറച്ചുകൂടെ വലിയ ക്യാൻസർ എന്നുള്ള നിലയ്ക്കാണ് അന്ന് ബ്ലഡ് ക്യാൻസർ വന്നാൽ ഇമ്മീഡിയറ്റ് മരണം, ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു പൊതുധാരണയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഭയപ്പെട്ടാണ് നമ്മളൊക്കെ ഒരു കാലത്ത് ജീവിച്ചു വന്നിരുന്നത്. ഇന്ന് മനസ്സിലാവുന്നു ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഈസിലി ട്രീറ്റബിൾ ആണ് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ എന്താണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന അതിനെപ്പറ്റിയും ഞാൻ ആയിട്ട് ചിന്തിച്ചാൽ, എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു തരത്തിലും ഈ പറയുന്ന ആയുർവേദമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈദ്യനല്ല. അതിനെപ്പറ്റി യാതൊന്നും പഠിച്ചിട്ടില്ല. എനിക്കറിയാവുന്നത് തന്ത്രം തന്നെയാണ്, മന്ത്രവാദം തന്നെയാണ് അറിയാവുന്നത്. അപ്പോ ഈ ക്യാൻസർ എന്താണ് എന്ന് ചിന്തിച്ചു. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയും വരാം. ശരീരത്തിലെ ഏതൊരു കോശത്തിനും ക്യാൻസറസ് ആവാം. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? അവിടെ ആണ് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ വാസ്തവത്തിൽ എന്താണ്, ഇതൊരു ടോട്ടൽ സിങ്ക്രണൈസേഷൻ ആണ് ശരീരം നിലനിൽക്കുന്നത്. ഓരോ നമ്മുടെ ജീവകോശങ്ങളൊക്കെയും ഉണ്ടാകുന്നു, അതിന്റെ പ്രവർത്തനം നടത്തുന്നു, മറ്റൊന്നിന് റിപ്രൊഡക്ഷൻ കൊടുക്കുന്നു, നശിക്കുന്നു. അതിനൊരു കാലപരിധിയുണ്ട്, 3 മാസം, 1 മാസം, അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകൾക്കും അതിൻ്റെതായിട്ടുള്ള ജീവകാലങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നശിച്ചു പോകണം, ഡെഡ് സെൽസ് ആയിട്ട് പോകണം. ഇങ്ങനെയാണല്ലോ അതിന്റെ രീതി. ഇത് വേണ്ട വിധം നടക്കുമ്പോൾ ആരോഗ്യകരമായിട്ട് ഉള്ള ശരീരം ഉണ്ടാകും. അതെങ്ങനെ ഉണ്ടാകണം? ഈ പറയുന്ന നമ്മുടെ ഈ മനസ്സ് എവിടെയാണ്? മനസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, മറിച്ച് എല്ലാ ജീവകോശങ്ങളിലും ഉള്ള ഒന്നാണ് മനസ്സ്. അതിന്റെ ആകത്തുകയാകുന്ന മനസ്സാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ജീവകോശങ്ങളിലും മനസ്സുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാലിനൊരു മുറിവേറ്റാൽ ആ കാലിലെ സെല്ലുകൾക്ക് മാത്രമല്ല നോവുന്നത്, നമ്മുടെ ശരീരഭാഗം തന്നെയാണ് നോവുന്നത്, അഥവാ അനുഭവിക്കുന്നത്, ആ നോവ് അനുഭവിക്കുന്നത്. അതുപോലെ വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ആ രീതി കൊണ്ട് മനസ്സിലാക്കാവുന്നത്, എന്തോ കാരണം കൊണ്ട് ചില സെല്ലുകൾ ആ സിങ്ക്രണൈസേഷനിൽ നിന്ന് വിട്ട് വില്ലൻ സെൽസ് ആയിട്ട് മാറുന്നു. അങ്ങനെ മാറുമ്പോൾ അവയ്ക്കിഷ്ടമായി ഉള്ള രീതിയിൽ വല്ലാതെ അനാവശ്യമായിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതാണ് ക്യാൻസർ. അപ്പൊ ഇവിടെ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? ഈ ടോട്ടൽ സിങ്ക്രണൈസേഷൻ ഇല്ലാതെ വരിക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വില്ലൻ സെല്ലുകൾ ഉയർന്നത് മറ്റുള്ളവയെ കൂടെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ സിങ്ക്രണൈസേഷൻ ആണ് ഇതിന്റെ ചികിത്സ. അഥവാ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെല്ലിനെ തിരിച്ച് അവന്റെ മനസ്സിനോട് പറഞ്ഞ് അത് ഈ ടോട്ടാലിറ്റിയുടെ ഭാഗം തന്നെയാണെന്നും, അതുപോലെ സമാനോ മന്ത്ര സമിതി സമാനീ സമാനം മന സഹചിത്തമേഷാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുള്ളൂ, ബാക്കിയുള്ളവർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അഥവാ ആ സെല്ലിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് അതിനെ നശിപ്പിച്ചുകൊണ്ടല്ല. ബൊംബാർഡ്മെന്റ് ആണ് ഈ പറയുന്ന അലോപ്പതിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. എന്താണ് നമുക്ക് അറിയാവുന്നത്? കീമോതെറാപ്പി എന്നാണ് അതിന് പറയുക. അതിന് വിഷം കൊടുക്കുകയാണല്ലോ വാസ്തവത്തിൽ. വിഷം കൊടുത്ത് സെല്ലുകളെ നിർജീവമാക്കുക. പക്ഷേ അതിനെ നിർദ്ദേശിക്കാൻ പറ്റില്ല നമുക്ക്. ഇന്ന ഭാഗത്തുള്ള ക്യാൻസറസ് ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് സെൽസിനെ മാത്രം നശിപ്പിച്ചിട്ട് വരൂ എന്നൊരു നിർദ്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ സംഭവിക്കുന്നതാണ്, ടോട്ടൽ ശരീരത്തിൽ ഉള്ള എല്ലാ സെല്ലുകൾക്കും അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും, ആ നാശം ഉണ്ടാകേണ്ടി വരും. റേഡിയേഷൻ ആണെങ്കിലും അത് തന്നെ. റേഡിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മ്യൂട്ടേറ്റഡ് സെൽസിനെ മാത്രം നശിപ്പിച്ചോളൂ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ സർജറി, ആ ഭാഗം എടുത്ത് നമുക്ക് കളയുക. ഇതൊക്കെ ഈ നമ്മുടെ ചിന്താരീതിയുടെ വ്യത്യാസം കൊണ്ട് അതൊക്കെ ഈ 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ട് ബോംബിട്ടു. അത് ശരിയാണ്. പക്ഷെ അതിന്റെ ദുരന്തം അനുഭവിച്ച് എത്രയോ കാലത്തേക്കാണ്. അവിടെ
അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്. ഈ സെല്ലുകളെയും നേർവഴിക്ക് കൊണ്ടുവരികയായിരുന്നു വേണ്ടത്. അതിന് നമുക്ക് സിസ്റ്റം ഫിനോമിനലി പറയാം എന്നുള്ളതല്ലാതെ സിസ്റ്റം ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമാറ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് എൻ്റെ ഈ പയോവർദ്ധക യാഗം ഉണ്ടായത്. അതിനെ നോക്കുമ്പോൾ താന്ത്രികമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സെല്ലുകൾക്കും, അഥവാ ഏറ്റവും സൂക്ഷ്മ അണു മുതൽക്ക് ഏറ്റവും വലിയ ഗരിമയുള്ള ശിവൻ വരെ, ശിവാദ്യവനിപര്യന്തം എന്നാണല്ലോ പറയുക. അപ്പോ അത് വരെയുള്ള ഓരോന്നിനും 3 അവസ്ഥയുണ്ട്. അതിനെ പറയുന്നത് വന്നി, സൂര്യ, സോമ എന്നുള്ള 3 ത്രിതത്വങ്ങളായിട്ടാണ്. അത് ആത്മതത്വം, വിദ്യാതത്വം, അത് പല ആംഗിളിൽ നോക്കുമ്പോൾ പലതായിട്ട് പറയാൻ പറ്റും. എന്താണെങ്കിലും ഈ അവസ്ഥ അതിൻ്റെ ശരിയായിട്ടുള്ള സിങ്ക്രണൈസേഷൻ ആണ്. അപ്പൊ നമ്മുടേതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ മൂലാധാരം മുതൽക്ക് മുകളിലേക്ക് അഗ്നി, ഹൃദയസ്ഥാനത്ത് സൂര്യൻ, ശിരസ്ഥാനത്ത് സോമൻ, ഇങ്ങനെയാണ് താന്ത്രികമായിട്ടുള്ള രീതി പറയുക. അപ്പൊ ഇതിന്റെ ശരിയായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷൻ സാധിച്ചാൽ ഇതിന്റെ ഈ പറയുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്ന അവസ്ഥ, ക്യാൻസർ, മാലിഗ്നൻസി എന്ന് പറയുന്ന അവസ്ഥ മാറും എന്ന് കണ്ടതുകൊണ്ട് ഈ പറയുന്ന സിങ്ക്രണൈസേഷൻ സാധിക്കാൻ പറ്റുന്നതായിട്ടുള്ള മന്ത്രപദ്ധതി, അതിന് ശതാക്ഷരി പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി നമുക്കിവിടെ പാരമ്പര്യമായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ കൊണ്ടുവരാമെന്ന് അന്ന് എനിക്ക് ധാരണയില്ലാതെ പിന്നീട് ആ ധാരണ വന്നതോടുകൂടി അത് പല ഡിസ്കഷനൊക്കെ കഴിച്ച് അതിന്റെ യാഗപദ്ധതി എന്നുള്ള നിലയ്ക്കാണ് പയോവർദ്ധക യാഗം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓരോ രോഗങ്ങൾക്കും ഇത് സാധിക്കും. എന്താണ് ഇതിന്റെ സൂക്ഷ്മാവസ്ഥ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മെറ്റീരിയൽ അവസ്ഥയിൽ മാത്രം പോരാ. ഒന്നും മെറ്റീരിയൽ അതല്ലല്ലോ. നമ്മളൊക്കെയും പ്രധാനമായിട്ട് മനുഷ്യൻ തന്നെ എന്താണ്? വികാരജീവിയാണ്. വികാരങ്ങളെ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലാതെ ശരീരം, മസിൽസ്, ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ അത് മാത്രമല്ലല്ലോ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ എക്സിസ്റ്റൻസ്, നമുക്കൊക്കെ വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെ കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ മെറ്റീരിയലായിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ, ഇങ്ങനെയുള്ള ഇറാഡിക്കേഷൻ ഓഫ് ഇത് അസുഖങ്ങൾക്കൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതാണ് ഈ ദൈവ വ്യപാശയ ചികിത്സാ പദ്ധതി. അത് കുറച്ചൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭട്ടതിരിപ്പാടിന്റെ കുടുംബത്തിന്റെ ഒരു ലെജൻഡ് ഐതിഹ്യമാലയിലുണ്ട്. ആ ഐതിഹ്യമാലയുടെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നുണ്ട്, പരശുരാമൻ അധികാരം കൊടുത്ത 6 കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ 3 കുടുംബങ്ങൾ സത്മന്ത്രവാദികളും 3 കുടുംബങ്ങൾ ദുർമന്ത്രവാദികളുമാണെന്ന് പറഞ്ഞിട്ട് സൂര്യകാലടി സത്മന്ത്രവാദികളാണെന്നും പറയുന്നുണ്ട്. ഈ സത്മന്ത്രവാദവും ദുർമന്ത്രവാദവും എന്താണ്? അതൊരു തെറ്റ് തന്നെയാണത്. സന്മന്ത്രവാദം, ദുർമന്ത്രവാദം എന്നൊന്നും ഞങ്ങളാരും പറയാറ് പതിവില്ല. അതെന്താണ്? ഈ സത്തും അസത്തും ഒക്കെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? അതാത് കാലഘട്ടത്തിലെ നിയമങ്ങൾക്ക്, സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന നിയമങ്ങൾക്ക് എതിരായിട്ടുള്ളതൊക്കെ അസത്തും അനുകൂലമായിട്ടുള്ളത് സത്തും, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രത്തിന്, സയൻസിന് അതില്ല. മറ്റേ ഓപ്പൺഹൈമർ ആറ്റം ബോംബ് കണ്ടുപിടിച്ചപ്പോ അത് സന്മന്ത്രവാദമാണോ ദുർമന്ത്രവാദം? അത് മന്ത്രവാദം തന്നെയാണല്ലോ. അത് മന്ത്രത്തിന്റെ സ്ഫോടനം അഥവാ സ്പന്ദത്തിന്റെ സ്ഫോടനമാണല്ലോ. മന്ത്രം വെച്ചാൽ സ്പന്ദം എന്നാണ് അർത്ഥം. അപ്പൊ ആ സ്പന്ദത്തിന്റെ സ്ഫോടനമാണത്. ഒന്നാന്തരം മന്ത്രവാദമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് സത്തോ അസത്തോ? അവിടെ സത്ത അസത്തൊന്നുമില്ല. അതാകുന്നത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് 3 ദുർമന്ത്രവാദികളും 3 സന്മന്ത്രവാദികളും എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. സന്മന്ത്രവാദം ദുർമന്ത്രവാദം എന്നൊന്നില്ല എന്നുള്ളതാണ്. ഇത് ദുഷ്ടമായിട്ടുള്ളത് എന്താണോ, അതായത് തനിക്കോ താൻ നിലനിൽക്കുന്ന സമൂഹത്തിനോ എതിരായിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ദുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കർമ്മങ്ങൾ, അത് മന്ത്രവാദമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിനെ ദുഷ്ടം എന്ന് വിളിക്കാം. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ തോന്നല്. തീർച്ചയായിട്ടും. അതില് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്വഭാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സാത്വികര് ചെയ്യാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളിലാണല്ലോ നമ്മൾ പൊതുവെ ആഭിചാരം എന്ന് പറയുന്നത്. ഈ ആഭിചാരത്തിന്റെ പൊതുവെയുള്ള ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പറയാമോ? അത് വല്ലാത്തൊരു ബ്രോഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിപ്പോയി. ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ അതായത് ഒരു പ്രത്യേക കൂടോത്രം ഉണ്ടാവാം, കൈവിഷങ്ങൾ ഉണ്ടാവാം, ആ, അല്ലെങ്കിൽ ആ, മറ്റെന്തെങ്കിലും. പ്രയോഗവിധികൾ അതില് ഇപ്പോ കൂടോത്രം എന്ന് നമ്മളിപ്പോ പറഞ്ഞത് കൂടപത്രം എന്നുള്ളതിനാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത്. ഒരു ഒരു പത്രം എന്ന് വെച്ചാല് ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റില് യന്ത്രം ഒക്കെ ചെയ്തിട്ട് അതിൽ പ്രാണപ്രതിഷ്ഠാദികളോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് ഒരു കൂടത്തിനകത്ത് ഒരു കൂട്ടിലാക്കി വെക്കുന്നത് കൊണ്ടായിരിക്കണം കൂടോത്രം എന്ന് പറയുന്ന ഒരു നാട്ടുഭാഷ വന്നിട്ടുള്ളത്. അത് ഇതൊക്കെ നാട്ടുഭാഷയിൽ വരുന്നതാണ് കേട്ടോ, അല്ലാതെ മന്ത്രവാദത്തിന്റെ ഒരു ക്ലാസിക്കൽ മന്ത്രവാദ ഗ്രന്ഥത്തിലൊന്നും ഇതൊന്നും കാണില്ല. അഥവാ ഞങ്ങളൊക്കെ ഇതൊന്നും അല്ല, വാക്കിൽ പോലും അങ്ങനെ വരേണ്ടി വരാറില്ല. കൂടോത്രം എന്നും ഒക്കെ പറയേണ്ടി വരാറില്ല. അതുപോലെ കൈവശം, കുറച്ചു മുമ്പ് അതും പറഞ്ഞല്ലോ അല്ലേ. ആ കൈവശം എന്ന് പറഞ്ഞാൽ കൈയും വിഷവുമായിട്ട് എന്താ ബന്ധം? എങ്ങനെയോ ഒരു കൺസെപ്റ്റ് വന്നു പോയി. കയ്യിലെന്തോ ഗുളിക പോലെ എന്തോ ഒന്ന് ഉരുട്ടി കൈ കൊണ്ട് വായിൽ കൊടുക്കുന്ന എന്തോ ആണ്, ഗുളിക പോലെ സമാനമായിട്ടുള്ള എന്തോ ആണ് ഈ വിഷം എന്ന്. അതൊന്നും ഒരു അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും അല്ല. വിഷപ്രയോഗങ്ങളൊക്കെ അങ്ങനെ ഗുളിക പ്രായത്തിൽ കൊടുക്കേണ്ടതല്ല. ഇതിനൊക്കെ അടിസ്ഥാനം മന്ത്രമാണ്. ഈ മന്ത്രത്തിനെ കൊണ്ട്, അഥവാ ഒരു പ്രത്യേക ഒരു കാണ്ഡം സൗണ്ട് എനർജി എന്ന് പറയട്ടെ, പാക്കറ്റ്, അതാണ് മന്ത്രം. അതിനെ കൊണ്ട് അതിന്റെ മീഡിയം എന്ത് വേണമെങ്കിലും ആവാം. എന്ത് വേണമെങ്കിലും ആവാന്ന് വെച്ചാൽ ഏതാണോ യോജിക്കുന്നത് ആ തരത്തിലുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കാം. യന്ത്രോ തന്ത്രപ്രയോഗങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ധൂളി പ്രയോഗങ്ങളോ ഈ പറഞ്ഞ മാതിരി വിഷപ്രയോഗങ്ങളോ എങ്ങനെ വേണമെങ്കിലും ആവാം. അത് ഏതൊരു മന്ത്രത്തെ കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ കൂടോത്രവും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ഒരു സെക്ട് ഓഫ് ദേവന്മാരും മറ്റേ നല്ലത് ചെയ്യാൻ വേറെ ചില ദേവന്മാരും, ഇതൊക്കെ ഒരു നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇപ്പൊ ചാത്തൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും പേടിയാണ്. ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ദുഷ്ടപ്രയോഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേവൻ അഥവാ മൂർത്തി എന്നൊക്കെയാണ് ഒരു ധാരണ. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല. മോക്ഷത്തിനും സാധിക്കുന്നതായിട്ടുള്ള മൂർത്തി തന്നെയാണ് ഈ ചാത്തൻ. നമുക്കറിയാം, മണിക്കിണറുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. പഴയകാല ഉപാസകന്മാരായിട്ടുള്ള ചാത്തന്റെ ഉപാസകനായിട്ടുള്ള ആൾക്കാർ ഒരു വലിയ കിണർ കുഴിച്ച് അതിനകത്ത് ഇറങ്ങിയിരുന്ന് മേലിൽ മൂടി അവിടെ ഇരുന്ന് ഉപാസന ചെയ്ത് നിർവ്വാണം പ്രാപിക്കുന്ന ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മണിക്കിണർ എന്നൊക്കെ ചില വാക്കുകൾ കേട്ടില്ലേ? പല സ്ഥലത്ത് മണിക്കിണർ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെയും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഈ ചാത്തൻ ഇങ്ങനെ മോക്ഷത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപാസന ചെയ്യുന്നതായിട്ടുള്ള ഈ ചാത്തൻ ഈ ദുഷ്ടപ്രയോഗങ്ങൾക്കുള്ള മൂർത്തിയാണ് എന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റല്ലേ അത്? അപ്പോ ഇവിടെയൊക്കെ ഒരു മിസ്കൺസെപ്റ്റിലാണ് പലപ്പോഴും. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പ്രയോഗവിധികൾ എന്ത് വേണമെങ്കിലും എന്ത് തരത്തിലുള്ള മീഡിയവും ഉപയോഗിക്കാം, അവരവർക്ക് ഇഷ്ടമുണ്ടാകും. അത് ജലോ ഗന്ധോ പുഷ്പോ ധൂപോ ദീപമോ, അതായത് പഞ്ചഭൂതങ്ങളിൽ എന്ത് വേണമെങ്കിലും, അഥവാ അതിന്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് മുഖേന പലതരത്തിലുള്ള മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യാം. ഇത് നമ്മൾ ഈ ഒരു പ്രയോഗങ്ങള് മനുഷ്യനിൽ അതെങ്ങനെയാണ് അത് ആ ഒരു ഫലപ്രാപ്തി അതിലേക്ക് ഉണ്ടാവുന്നത്? അതായത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഫലപ്രാപ്തി എങ്ങനെ അതിൽ ആൾക്കാർക്ക് ഉണ്ടാവുന്നു? അതായത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. സംഭവിക്കുന്നത് ഇപ്പോ ഈ ദുഷ്ടപ്രയോഗങ്ങളെ പറ്റി തന്നെയാണല്ലോ പറഞ്ഞു വന്നത്. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു നമ്മളെ അലോസരപ്പെടുത്തുന്ന അഥവാ നമ്മുടെ മാനസികവും അത് മാനസികമായിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ വീക്കായിരിക്കും എന്നുള്ളത് തീർച്ചയാണല്ലോ. അപ്പൊ ഇത് തിരിച്ചും പറ്റും. മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിലൂടെ ശരീരത്തിനും ഇഫക്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മനോമയ ശരീരം എന്നാണ് കേട്ടോ എല്ലാത്തിനും പറയുക. അന്നമയം ശരീരം, അന്നമയം പ്രാണമയം മനോമയം ജ്ഞാനമയം ആനന്ദമയം, ഇങ്ങനെ ഓരോ തലങ്ങളാണ്. അതായത് ഒരു എക്സിസ്റ്റൻസിന്റെ ഓരോ തലങ്ങളും സൂക്ഷ്മവും സൂക്ഷ്മതരവുമായിട്ടുള്ള തലങ്ങളാണ് ഈയുടെ ഓരോ വസ്തുവിന്റെ എന്ന് പറയട്ടെ. അപ്പൊ അതില് ഈ പറയുന്ന മനോമയം ആയിട്ടുള്ള ശരീരത്തിൽ കൂടിയാണ് പലപ്പോഴും ഈ മന്ത്രങ്ങളൊക്കെ, മനോമയം പ്രാണമയവുമായിട്ടുള്ള ശരീരത്തിൽ കൂടിയാണ് ഈ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ട് പ്രയോഗങ്ങൾ നടത്തുക. അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾക്കും പ്രസക്തി ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം വേണമെന്നില്ല.
നമ്മൾ ഒരു പ്രത്യേക മന്ത്രം ഒരു ഒരു പക്ഷേ ആ മന്ത്രം അതിനു വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല, ഈ പറയുന്ന ദുഷ്ടപ്രവൃത്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം എന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുദർശന മന്ത്രം, അത് ഷഡക്ഷരി എന്നാണ് പറയുക. 6 അക്ഷര സ്പന്ദങ്ങൾ ആണ് അതിനുള്ളത്. ഈ മന്ത്രം കൊണ്ട് എങ്ങനെയാണ് ഈ മറ്റുള്ളവരെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അതിനു വേണ്ടിയിട്ടല്ല. അത് മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ നീണ്ടു നിൽക്കുന്നതും ആ മൂലാധാര സ്ഥിരമാകുന്ന ചൈതന്യത്തെ ഉണർത്തി സഹസ്രാരത്തിൽ എത്തിക്കേണ്ടതുമാകുന്ന ഊർധ്വഗാമിയായിട്ടുള്ള ശക്തിവിശേഷത്തെ ഉണ്ടാക്കാനുള്ള മന്ത്രമാണ്. ആയതുകൊണ്ട് അതിനിടയ്ക്കുള്ള ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ നശിപ്പിക്കാനും അതിന് കഴിവുണ്ട്. അതിനെ നമ്മളെടുത്ത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവന്ന് അതുകൊണ്ട് ദുഷ്ടനിഗ്രഹം സാധിക്കുന്നു. ഈ പറയുന്ന സുദർശന മന്ത്രം എന്ന് പറയുന്നതായിട്ടുള്ള ഈ മന്ത്രം കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴാണ് ഈ പറയുന്ന ദുഷ്ടതയും മറ്റുമൊക്കെ നമുക്ക് കാണാവുന്നത്. സോറി, ഒരു ഫോൺ വന്നതാണ്. അപ്പോ എന്താ പറഞ്ഞു വന്നേ, ഈ പറയുന്ന മന്ത്രങ്ങൾ ഓരോന്നും അതിന്റെ ഇതാണ് ആ മന്ത്രസ്പന്ദങ്ങളെ ഈ ഒരു വ്യക്തിയുടെ പ്രാണമയവും മനോമയവുമായിട്ടുള്ള ശരീരത്തിലേക്ക് കടത്തിവിടുക. അതിൽ കൂടെ ഉണ്ടാകുന്ന മനോമയവും പ്രാണമയവുമായിട്ടുള്ള ശാരീരിക വ്യത്യാസങ്ങളെ കൊണ്ട് ഇത് ഏറ്റയാൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് കുറച്ച് ദുഷ്ടമായിരിക്കാം. ദുരുപദിഷ്ടമായി ചെയ്താൽ ദുഷ്ടമായിട്ടുള്ള ഫലമായിരിക്കും അത് ചെയ്യുക. ആ ഒരു വ്യക്തിക്ക് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓജസ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ദുരുദ്ദേശപരമായി ചെയ്യുന്നത് അതിനെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്, അല്ലേ? അതെ അതെ. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രവൃത്തിയും അതിനനുസരിച്ച് പോസിറ്റീവ് ആവില്ല. അങ്ങനെ അയാൾ സ്വയം നശിക്കാൻ തുടങ്ങും. അയാളുടെ ബുദ്ധിയെ നശിപ്പിച്ചാൽ, അയാളുടെ ഇച്ഛാശക്തിയെ നശിപ്പിച്ചാൽ അതാക്കുവാൻ അപ്പോ ഈ മന്ത്രങ്ങൾ കൊണ്ട് വേണമെന്നില്ല, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ നശിപ്പിക്കണം മനഃപൂർവ്വം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നാണം കെടുത്തുക, അതുപോലെയുള്ള അയാളെ പറ്റി മോശമായിട്ട് പറയുക, സൊസൈറ്റിയിലൊരു മോശം രീതി അയാളെ പറ്റി പറഞ്ഞു തരത്തുക, ഇതിൽ കൂടെയും അയാള് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ടല്ലോ, പല ആൾക്കാരും അങ്ങനെയുള്ള അവസരങ്ങളിൽ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോ അതിന് മന്ത്രങ്ങളെ കൊണ്ട് തന്നെ വേണമെന്നില്ല. മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്നത് എളുപ്പമാണ്, മറ്റുള്ളവരെ അറിയില്ല. അത് അറിഞ്ഞു വരുമ്പോൾ തന്നെ സമയമെടുക്കും. അതിന് പ്രതിവിധി ചെയ്യാൻ ഒരു പക്ഷേ ഇയാൾക്ക് പറ്റിയില്ലാന്നിരിക്കും. അതുകൊണ്ട് മന്ത്രവാദം എളുപ്പമാണ്, കുറച്ചുകൂടെ ഗൂഢമായിട്ട് ചെയ്യാൻ എളുപ്പമുള്ള സംഗതിയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഇങ്ങനെ സംഭവിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ അതിനെ പ്രതിവിധി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതനാവാനും സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ എല്ലാ വിഷയങ്ങൾക്കും എന്ന പോലെ. ഈ ഇപ്പോ ചിലർക്ക് ഒരു സിഗരറ്റ് വലിക്കലായിരിക്കും ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്ന് തൽക്കാലത്തെ ഒരു കുറച്ചുകൂടെ ഓജസ് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവർക്ക് ചില മുറുക്കാനും മറ്റുമൊക്കെ ആയിരിക്കും, വേറെ മദ്യപാനമായിരിക്കും, വേറെ ഒരു സത്സംഗമായിരിക്കാം, അല്ലെങ്കിൽ ഈശ്വര പ്രണിധാനം ആയിരിക്കാം, ഒരു മന്ത്രം ജപിക്കലാകാം, ഉപാസനയാവാം, ക്ഷേത്ര ദർശനമാവാം. ഇങ്ങനെ പല തരത്തിൽ സാധിക്കും. ഇപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് റിലീഫ് പെട്ടെന്ന് ഉണ്ടാകുന്നത്. ഇപ്പൊ പല തരത്തിലുള്ള ബാധ എന്നാണ് ഇതിന് പറയുക. അഫ്ലിക്റ്റ് ചെയ്യുക, ബാധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ബാധ എന്ന് പറയുന്നത്. അത് പല തരത്തിലുള്ള ബാധകളുണ്ട്. അതിന് മന്ത്രവാദത്തിൽ അതിന് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്വഭാവം അനുസരിച്ചും ഒക്കെ ചില പേരുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പൊതുവെ പറയാറുള്ളത് ശൈവ, വൈഷ്ണവ, ശാക്തേയ ബാധകൾ എന്നാണ് പറയുക. ശൈവ ബാധകൾ, ശൈവമൂർത്തികളെ കൊണ്ട്. ഈ ശിവനെ കൊണ്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കരുത്, അങ്ങനെയല്ല. ആ ശൈവ പ്രകരണത്തിൽ വരുന്നതായിട്ടുള്ള നിരവധി അനവധി മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് വിചാരിക്കാൻ പാടും. അതുപോലെ വൈഷ്ണവ മന്ത്രങ്ങളെ കൊണ്ടോ ശാക്തേയ മന്ത്രങ്ങളെ കൊണ്ടോ ഒക്കെ ഉള്ള പ്രവർത്തികളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള റെമഡി ചെയ്യുന്നതിൽ കൂടെയാണ് അതിൽ നിന്ന് വിമുക്തമാകുന്നത്. അതുതന്നെ
ഈ എന്ത് തരത്തിലുള്ള ഇതെല്ലാം നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ നമ്മളെല്ലാം പേഴ്സോണിഫൈ ചെയ്താണെന്നെല്ലാം മനസ്സിലാക്കുക. എന്തിനേയും ഏതിനേയും ഏത് ഫിനോമിനെയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു പേഴ്സോണിഫിക്കേഷൻ വേണം. അത് ആ ഒരു എന്തിനേയും അതുകൊണ്ട് നമ്മുടെ പൂർവിക ആചാര്യന്മാർ എല്ലാത്തിനെയും ഈ പേഴ്സോണിഫൈ ചെയ്തിരുന്നു. ഒരു ഫിനോമിനെ അങ്ങനെ തന്നെ പേഴ്സോണിഫൈ ചെയ്ത് ആ ഒരു മൂർത്തി മദ്ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് മൂർത്തി എന്ന് തന്നെ വിളിച്ചിരുന്നു. അങ്ങനെ മനസ്സിലാക്കാനാണല്ലോ എളുപ്പം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ളൊരു നമുക്ക് ഈ ആദ്യന്തമില്ലാത്ത ഒന്നിനെ ഒരിക്കലും കാലത്ത് മനസ്സിലാവില്ല. നമുക്കെല്ലാം പരിധികളോട് കൂടി മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ പരിധിക്കുള്ളിലേക്ക് ഈ പരിധിയില്ലാത്ത വസ്തുവിനെ പരിധിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അതിന് പേരും ഒക്കെ ഉണ്ടാവും. അത് നാമരൂപങ്ങളോട് കൂടിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫിനോമിനൻസിനെയൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ച് അതിനെ ഒരു മൂർത്തി ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ആ മൂർത്തി എന്നുള്ള രീതിയിൽ കർമ്മങ്ങൾ ചെയ്താണ് പലപ്പോഴും ഇതിന്റെ പ്രയോക്താക്കളായിട്ടുള്ള ആൾക്കാർക്ക്, മന്ത്രവാദി എന്ന് പറയട്ടെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അതിലപ്പുറം അറിയില്ലായിരിക്കും. ഇതൊരു ഫിനോമിനൻ ആണെന്ന് പറയാൻ പോലും അറിയില്ലായിരിക്കാം. അവരെ സംബന്ധിച്ചും രൂഢമൂലമായിട്ട് ആ മൂർത്തി ഭാവം തന്നെയായിരിക്കും അവരിലേക്ക് എത്തുന്നുണ്ടാവുകയുള്ളൂ. എങ്കിൽ പോലും അതിന്റെ ഫലമുണ്ട് താനും. ഒരു 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 ദേവത, അതൊരു ദുഷ്ടദേവത എന്ന് പറയട്ടെ. ദുഷ്ടദേവത എന്ന് ഞാൻ പറയില്ല, അതുകൊണ്ടല്ല. ആ ദുഷ്ടമായിട്ടുള്ള സങ്കല്പത്തോടു കൂടി ഈ പറയുന്ന ഉപാസകൻ ഉപാസിക്കുമ്പോൾ ദുഷ്ടദേവതയായിട്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദേവത, ആ ദേവത അങ്ങനെ തന്നെയാണ് കരചരണാദി അവയവങ്ങളോട് കൂടി നമുക്ക് മനസ്സിലാവുന്ന ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അവയവങ്ങളോട് കൂടിയതായിട്ടുള്ള ഒരു മൂർത്തിമത് ഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ ഫിനോമിനൻ. എന്നിട്ട് ആ ഫിനോമിനാണെന്നൊന്നും മനസ്സിലാക്കാതെ ആ മൂർത്തി എന്നുള്ള ഭാവത്തിൽ തന്നെ പൂജിക്കുകയോ ഉപാസന ചെയ്യുകയോ കർമ്മങ്ങൾ, മറ്റു ഇതര ഹോമാദി കർമ്മങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്ത് പുരസ്കരണാദികൾ ചെയ്ത് അതുകൊണ്ടുള്ള പ്രയോഗം നടത്തിയാൽ വളരെ പെട്ടെന്ന് ഫലിക്കുന്നുണ്ട്. ഇതൊന്നും ഈ സയൻസ് ഒന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന്, ഈ ഉപാസകന് അറിയില്ലായിരിക്കാം. അതിന്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ ഫലവത്താകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും. സാധാരണ ജനത്തിന് ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു സാധാരണക്കാരന് എങ്ങനെ ഇതിൽ നിന്നും ഇടപെടാതെ അല്ലെങ്കിൽ ഇതൊന്നും ബാധിക്കാതെ എങ്ങനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും, സ്വയം രക്ഷിക്കാനായിട്ട് സാധിക്കും? രോഗങ്ങൾ എങ്ങനെയാ വരുന്നത്? നമ്മുടെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഇതൊക്കെ ബാധിക്കുന്നത്. ആ അപ്രതിരോധ്യമായിട്ട് നിൽക്കാൻ സ്വയം സാധിക്കുന്നതിന് ഇതൊന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സന്യസിച്ചു കഴിഞ്ഞാൽ അവന് പിതൃബലിയോ ഒന്നും ചെയ്യേണ്ടാത്തതിന്റെ കാര്യം എന്താ? അയാൾ ആത്മാരാമനായിട്ട് മാറുകയാണ്. ആ പറയുന്ന വ്യക്തി അന്ന് വരെ ഉണ്ടായിരുന്ന സാമൂഹിക ബന്ധങ്ങളോ ഒക്കെ വിട്ട് സ്വന്തം കുലം, മതം, പിതൃ അച്ഛൻ അമ്മ മുതലായിട്ടുള്ള മാതൃപിതൃ ബന്ധങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ച് ആത്മാരാമനായിട്ട് സ്വയം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഇദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ ആവശ്യമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ അപ്രതിരോധ്യനായി തീരുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാ തലത്തിലും, ശാരീരിക തലത്തിലും, അന്നമയ ശരീരത്തിലും, പ്രാണമയ ശരീരത്തിലും, മനോമയ ശരീരത്തിലും ആ ശക്തി സമ്പാദിച്ചാൽ ഇതൊന്നും ബാധിക്കില്ല മനഃപൂർവ്വം. എപ്പോഴൊക്കെ നമ്മൾ വീക്കാകുന്നോ അപ്പോഴൊക്കെ ഇതര നമ്മൾ പറയുന്ന ബാക്ടീരിയാസോ ഒക്കെ ബാധിക്കുന്നത് പോലെ തന്നെയാണിത്. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഇതൊക്കെ, ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബാക്ടീരിയാസും നമ്മുടെ ശരീരത്തിലുണ്ട്. എന്തുകൊണ്ട് അതിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല? നമ്മുടെ പ്രതിരോധ ശക്തി അത്ര കണ്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പൊ ഒരു വീട്ടില് 4-5 ആൾക്കാർ താമസിക്കുന്നു. അതിൽ ഒരാൾക്ക് പനി വന്നിരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്ന വൈറസ്, കൊറോണ വൈറസ് ഒരാൾക്ക് വന്നു എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് വരണമെന്നില്ല. സംസർഗം, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒക്കെ ഒന്ന് തന്നെയാണ്. തലേദിവസം വരെ 5 പേരും ഒന്നിച്ചൊരു വീട്ടിലാണ് കഴിയുന്നത്. ഒരാൾക്ക് കൊറോണ വൈറസ് ബാധിച്ചു, അങ്ങേർക്ക് പനിയൊക്കെ ആയി പോയി എന്ന് വിചാരിച്ച് എല്ലാവർക്കും വരണമെന്നില്ല. എന്തോ കാരണം കൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അങ്ങ് ഒരു വീക്കായി ആ വ്യക്തിക്ക് അത് അഫക്റ്റഡ് ആയി. മറ്റുള്ളവരെ ബാധിച്ചിട്ടില്ല എന്നല്ല, മറ്റുള്ളവരെയും ബാധിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതേ വൈറസ് തന്നെ മറ്റുള്ളവരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രതിരോധ ശക്തി കൂടുതലുള്ളത് കാരണം അതിനെ ഇല്ലാതെയാക്കാൻ സാധിച്ചു.
അവരറിയുന്ന പോലും ഇല്ല എങ്കിൽ പോലും ഇല്ലാതെയാകാൻ സാധിക്കും. ഈ വ്യക്തിക്ക് ഈ വൈറസ് ബാധ കൊണ്ട് പനിയും ഒക്കെ വന്നു, അത് വീണ്ടും എഫക്ട് ചെയ്ത് വേറെ പല അവസ്ഥകളിലേക്കൊക്കെ മാറി എന്നൊക്കെ വരാം. അദ്ദേഹം മരിക്കുക പോലും ചെയ്തെന്നിരിക്കാം. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. അപ്പോ സാധാരണ ജനത്തിന് ഇത് എങ്ങനെ ബാധിക്കാതിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അവൻ ശക്തനാകുക എന്നുള്ളത് തന്നെയാണ്. അവനെ തന്നെ അറിയുക എന്നുള്ളതാണ്. അവനവനെ അറിഞ്ഞ് അവനവന്റെ ആ മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വികാസങ്ങളെ കൊണ്ട് ഇതിൽ നിന്നൊക്കെ സ്വയം സംരക്ഷണം ഉണ്ടാകുന്നതാണ്. അതിനുള്ള മാർഗങ്ങളാണ് നമ്മുടെ ഉപാസനാ സമ്പ്രദായങ്ങളും ഒക്കെ. അതാണ് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അല്ലാണ്ട് ഈ ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല മന്ത്രവാദം എന്ന് പറയുന്നത്. മന്ത്രത്തെ പഠിക്കുകയും അതിന്റെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വേണ്ട രീതിയിൽ റിസർച്ച് നടത്തുകയും വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ അവരെ ഉപദേശിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ആ സാധന ചെയ്യാൻ യോഗ്യരാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒക്കെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. അല്ലാണ്ട് പൊതുവെ നമ്മുടെ ഒരു ധാരണയുണ്ട് മന്ത്രവാദം വെച്ചാൽ ഈ പറയുന്ന ക്ഷുദ്രം, ആഭിചാരം, മാട്ട്, മാരണം ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മന്ത്രവാദം എന്നാണ് പൊതുധാരണ. അത് തെറ്റാണത്. അങ്ങനെയില്ല. ഞങ്ങളാരും ആരെയും എൻ്റെ അറിവിൽ എൻ്റെ പാരമ്പര്യത്തിൽ ആരും തന്നെ ആരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവില്ല. നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുമില്ല. തീർച്ചയായിട്ടും അങ്ങനെ വിഷമിക്കുന്നവരെ സഹായിച്ചിട്ടുള്ള പാരമ്പര്യമാണ് അങ്ങയുടെ കുടുംബത്തിനുള്ളത്. അതെ അതെ. ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിന് കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു മരുന്നിനെ അല്ലെങ്കിൽ ഒരു അസുഖത്തിനെ നമ്മൾ പ്രതിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിറ്റാമിൻസ് കഴിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല എക്സസൈസുകളൊക്കെ ചെയ്യുന്നവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ്. മറിച്ച് ഈ വക കാര്യങ്ങളിൽ ജപം അല്ലെങ്കിൽ ഉപാസനകൾ പോലുള്ള കാര്യങ്ങളാണ് ഇതിന് കുറച്ചുകൂടി ഫലപ്രദമാവുന്നത് അല്ലേ? സാധാരണ നമ്മൾ പറയാറുണ്ട് ഹനുമാൻ ചാലിസ ജപിക്കുന്നവർക്ക് പൊതുവെ ഇങ്ങനൊന്നും വരാറില്ല എന്ന്. ചില സ്തോത്രങ്ങളിൽ കവചങ്ങളിൽ കവചത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതേപോലുള്ള ബാധകളിൽ നിന്നൊക്കെ രക്ഷ നേടും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ശരിയല്ലേ? അങ്ങനെയുള്ള സ്തോത്രങ്ങളും ഇതെല്ലാം ഇതിനെ സംരക്ഷിക്കുമോ? തീർച്ചയായിട്ടും. ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാർ ചോദിക്കുകയാണ്. ഒരു മനസ്സിലായി. പക്ഷെ ഒരു ജനറലൈസ് ചെയ്യുന്നതിൽ എന്നോട് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കുറച്ച് വിയോജിപ്പ് പറയേണ്ടി വരും. ഓരോരുത്തർക്കും യോജിക്കുന്ന മന്ത്രം വേണം, ദേവൻ വേണം. അതുകൊണ്ടാണ് 100,000 ദേവന്മാരിവിടെ ഉണ്ടാകുന്നത്. ഒന്ന് തന്നെയാണ്. ഇതൊക്കെ സാക്ഷാൽ ശിവൻ തന്നെ, പരബ്രഹ്മം തന്നെ, അഥവാ ശിവൻ തന്നെ. വൈദിക ഭാഷയിൽ പറഞ്ഞാൽ പരബ്രഹ്മമാണ്, താന്ത്രിക ഭാഷയിൽ പറഞ്ഞാൽ ശിവനാണ്. ഇതൊക്കെയും ഒന്ന് തന്നെയാണ്. ഒരേ ലൈറ്റ്, സോഴ്സ് ഓഫ് എനർജി ഒന്ന് തന്നെ. അതിന്റെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാനങ്ങളിൽ വെച്ചിട്ട് പലതരത്തിലുള്ള പ്രതിബിംബങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ സറിയലിസ്റ്റിക് പെയിന്റിങ്സ് കണ്ടിട്ടില്ലേ? അത് എങ്ങനെയോ ഒക്കെ അങ്ങനെ ഡിറൈവ് ചെയ്ത് വേറെ ഓരോരോ രൂപങ്ങളാകുകയാണ്. അത് കാണുന്നവന് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വികാരങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്നും വേണ്ട, ഒരു വസ്തു രാവിലെ എടുത്തു വെച്ചു, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അതിനെ ഒരു ഫോട്ടോ എടുക്കുക, ഒരു 8 മണി സമയത്ത് മറ്റൊരു ഫോട്ടോ എടുക്കുക, 10 മണിക്ക് ഒരു എണ്ണം എടുക്കുക, ഉച്ചയ്ക്ക്, വൈകിട്ട് 4 മണിക്ക്, 5 മണിക്ക്, 6 മണിക്ക്, സൂര്യാസ്തമയ സമയത്ത്, ഇങ്ങനെ കുറെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഡിഫറെന്റ്. കണ്ടാൽ ഒബ്ജക്റ്റിന്റെ ഈ ഡയമെൻഷൻസ് ശരിയായിരിക്കാം, എല്ലാത്തിനും ഒരേപോലത്തെ ഡയമെൻഷൻസ് ആണ്, നീളം, വീതി, കനം ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ ഫീലിംഗ് ആണ് നമുക്ക് തരാൻ പറ്റുക. മറ്റേ എന്താ പറയാ, ലളിതാ സഹസ്രനാമം എന്നൊക്കെ പറയുന്നതിൽ അത്ര അർത്ഥമില്ല. ഓരോ വ്യക്തിക്കും ഉപാസന ചെയ്യാവുന്നവർക്ക് അവരവരുടെ മന്ത്രം എന്താണെന്ന് ആദ്യം അറിയാം. അവനവൻ തന്നെ ഓരോരുത്തരും ഓരോ മന്ത്ര സ്വരൂപങ്ങളാണ് അടിസ്ഥാനപരമായിട്ട്. ഞാൻ പറഞ്ഞത് അതിനെ ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓരോരുത്തരും മന്ത്രസ്വരൂപങ്ങളാണ് എന്ന് പറയുന്നതിൽ മനസ്സിലായല്ലോ. ഓരോ ക്വാണ്ടം എനർജി പാക്കാണ് ഓരോന്നും. അതിന്റെ ഒരു മിഥ്യയായ പ്രതിബിംബമാണ് ഓരോരുത്തരും. മിഥ്യയായ എന്നും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ. മിഥ്യയായ പ്രതിബിംബ സ്വരൂപം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. എന്നാൽ ആ എനർജി പാക്കിന് ഓരോരുത്തർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനനുസരിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മന്ത്രത്തെ അഥവാ മന്ത്രസ്വരൂപത്തെ അഥവാ ദേവതയെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അഭികാമ്യം. ഇപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. അതിന് പല ഉപകരണങ്ങളും ഉണ്ട്. അതിൽ ഒന്നാണ് ജ്യോതിഷം.
ജ്യോതിഷത്തിൽ കൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഒരു നാളുകാരൻ, അയാളുടെ മന്ത്രാക്ഷരം എന്താണ്, ഏത് ദേവത എന്താണ്, എന്താണ് വൃക്ഷം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ വ്യത്യാസങ്ങൾ 27 നക്ഷത്രങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ കണക്കിലെടുക്കാം. ഈ വ്യക്തിയുടെ പൂർവജന്മ കർമാർജിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊരു ഉപാസനയാണ് അയാൾക്ക് യോജിക്കുക, ഏതൊരു മന്ത്രമാണ് യോജിക്കുക, ഇതൊക്കെ അതിലൂടെ എടുക്കാം. പിന്നെ അനവധി പരീക്ഷകളുണ്ട് ഒരു മന്ത്രം സ്വീകരിക്കുന്നതിന് മുൻപായിട്ട്. സാധാരണഗതിക്ക് ആ പരീക്ഷകളൊക്കെ പാസ്സാകുന്ന ഒരു വ്യക്തിയെ പരീക്ഷ എന്ന് വെച്ചാൽ എഴുത്ത് പരീക്ഷ എന്നല്ല ഉദ്ദേശിച്ചത്, ഒബ്സർവേഷനിൽ കൂടെ മനസ്സിലാകുന്ന ആ പരീക്ഷകൾ പാസ്സാകുന്ന വ്യക്തിക്കാണ് മന്ത്രോപദേശമൊക്കെ കൊടുക്കാറ് പതിവ്. അപ്പൊ അതിന് അതാ പറഞ്ഞ് അവനവന്റെ മന്ത്രം എന്താണ്, അവനവന്റെ മന്ത്രം അവനവൻ തന്നെ ഒരു മന്ത്രമാണ്. ആ മന്ത്രം എന്താണെന്ന് അറിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഏത് സ്വീകരിച്ചാൽ നല്ലതാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു നേരത്തെ, എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ ജീവിതചര്യയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സപര്യ അഥവാ ഞാൻ ഏതൊരു മൂർത്തിയാണോ പൂജിക്കുന്നത് ആ മൂർത്തി ഭാവത്തെ പൂജിക്കേണ്ടത് എനിക്ക് അനുകൂലമാകുന്ന ഒരു സമ്പ്രദായങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സങ്കേതങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സപര്യ സിസ്റ്റം ആണ് ഞാൻ സ്വീകരിക്കേണ്ടത്. അല്ലാതെ അന്യൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ഞാൻ സ്വീകരിച്ചാൽ അത് എനിക്ക് അനുകൂലമാകണമെന്ന് നിർബന്ധമില്ല. ആയിക്കൂടാന്നില്ല എങ്കിലും അതായിക്കൊള്ളണം നിർബന്ധമില്ല. പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള പൂജകളെ പറ്റി മനസ്സിലോർത്താണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. നമ്മൾ അതിലേക്കൊക്കെ പോകേണ്ടി വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഒരുപക്ഷെ എല്ലാവർക്കും യോജിക്കുന്നതല്ല. അത് അവനവന് യോജിക്കാത്തത് വിട്ടുകളയുക. അത് എത്ര വലിയ മൂർത്തിയാണെങ്കിലും അത് എത്ര വലിയ മന്ത്രങ്ങളാണെങ്കിലും, മന്ത്രം ഉണ്ടായിട്ടാണ് മന്ത്രമൂർത്തി ഉണ്ടാകുന്നത്. മൂർത്തമാകുന്നതാണ് മൂർത്തിഘട്ടം. അപ്പോ മന്ത്രസ്പന്ദത്തെ തന്നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് അനുകൂലമല്ലാത്തതാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, എടുക്കണ്ട. അപ്പോ അത് സാധാരണക്കാരൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് സംബന്ധിച്ചിടത്തോളം അവനറിയാനുള്ള ഇങ്ങനെയുള്ള പരീക്ഷകളുണ്ട്. അത് ഈ പറയുന്ന ഏതാണ് നക്ഷത്രമെന്നും, ഏതാണ് ചന്ദ്ര സ്ഥിതരാശി ഏതാണെന്നും, മന്ത്രം എന്താണെന്നും, അവന്റെ ഉപാസന ഇപ്പൊ 9-ാം ഭാവത്തെ കൊണ്ട് ഉപാസന എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. 9-ാം ഭാവത്തെ കൊണ്ട് പൂർവ്വജന്മാർജിതമായിട്ടുള്ള മന്ത്രമൂർത്തി എന്താണെന്നും ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിന് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ കൂടെ ഉപയോഗിക്കേണ്ടി വരും, ജ്യോതിഷവും മറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ കണ്ടെടുത്തിട്ട് അങ്ങനെയുള്ള ഉപാസന ചെയ്യുകയാണ് നല്ലത്. തീർച്ചയായിട്ടും അതിന് നല്ല ഒരു ജ്യോതിഷിയോ അല്ലെങ്കിൽ ഒരു ഗുരുവോ ഒക്കെ അത്യാവശ്യമാണ്. ഒരു ഗുരുവോ എന്നല്ല പറയുന്നത്, ഗുരുവാണ് ആവശ്യം. ഗുരുവില്ലാതെ ഇതിനൊന്നും, പ്രേരണ ഇല്ലാതെ ഒന്നിനും നടപ്പില്ല, ഒന്നും ശരിയാവില്ല. ഗുരു ഇല്ലാതെ ദേവത ഇല്ല. ഈ ശങ്കരാചാര്യരെ ഗുരുവിനെ പറ്റി കുറെ ഡെഫിനിഷൻ കൊടുത്തുള്ളത് എല്ലാവർക്കും അറിയാം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അജ്ഞാനതിമിര അന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവാണ് പ്രധാനം, ഗുരുവാണ് പ്രചോദിപ്പിക്കുന്നത്. നമ്മളിൽ ഉള്ളിലുള്ളതായിട്ട് ആ ശക്തിവിശേഷത്തെ ഒന്ന് തൊട്ടുണർത്താൻ, അതിനെ ഒരു തീപ്പട്ടിക്കൊള്ളിയും മരുന്നുള്ള അതിന്റെ ഭാഗവും തമ്മിൽ ഒന്ന് ഉരസിയാലല്ലേ അതൊന്ന് ഇഗ്നേറ്റ് ചെയ്യുള്ളൂ. ആ ഇഗ്നീഷൻ സാധിക്കുന്നത് ഗുരു ആണ്, അതിൽ കൂടെ ഉണ്ടാവുന്നുള്ളൂ. തീർച്ചയായിട്ടും പൊതുവേ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ സ്തോത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് അത് വായിക്കുമ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യമായിട്ട് ചോദിച്ചത്. മനസ്സിലായി. അത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പോകുമ്പോഴേ ഉള്ളൂ, അല്ലാതെ ഇതൊന്നും ആർക്കും പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് എന്നോട് ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊരു വിശദീകരണം തരേണ്ടതുണ്ട്. അല്ലാതെ ജനറലായിട്ട് ഞാൻ പറഞ്ഞു പോയാൽ പോരല്ലോ. എന്നോട് ചോദിക്കുന്നത് ഈ മേഖലയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയത് കൊണ്ടാണല്ലോ എന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹനുമാൻ ചാലീസ എല്ലാവർക്കും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞതിനകത്ത് ആർക്കും ആവാം അനുകൂലമാണ്, അല്ലെങ്കിൽ എന്തെങ്കിൽ മറ്റ് ഇതര മന്ത്രങ്ങളൊക്കെ തന്നെ എല്ലാം ആവാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടെ ഫലവത്തായി മാറുന്നത് ഇങ്ങനെയാണ്, അവനവനെ അറിഞ്ഞ് അതിനനുസൃതമായിട്ടുള്ള യാതൊരു മന്ത്രമാണോ എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഒരൊറ്റ മന്ത്രത്തിൽ നിന്നാണ്, സോഴ്സ് എല്ലാം ഒന്ന് തന്നെയാണ്.
നൃത്താവസാനെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. നൃത്താവസാനെ നടരാജരാജോ നനാദ ഢക്ക നവ പഞ്ചവാരം. ആ ആനന്ദ നൃത്തം ചെയ്യുന്ന ശിവമൂർത്തിയുടെ ഢക്കയിൽ നിന്ന് ഉത്സർജിച്ച ആ 14 ശബ്ദങ്ങള്, ആ ശബ്ദ 14ആയിട്ട് ആ പ്രണവം തന്നെയാണത്. ആ സ്പന്ദം 14ആയിട്ട് പരിണമിച്ച് അതിൽ നിന്ന് പരിണമിച്ച് വന്ന 51 അക്ഷര സ്പന്ദങ്ങളുടെ വേറിട്ട പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് ഓരോ മന്ത്രങ്ങളും. അങ്ങനെ ആ മന്ത്രസ്വരൂപങ്ങളിൽ നിന്നാണ്, എനർജിയിൽ നിന്നാണ് മാറ്റർ ഉണ്ടായിട്ടുള്ളത്. തിരിച്ചല്ല, മാറ്ററിൽ നിന്ന് എനർജി അല്ല, എനർജിയിൽ നിന്ന് മാറ്റർ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഞാൻ അടുത്തത് ഇപ്പോൾ എന്താ പറയുക, തിരുമേനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇതേപോലെ ഞാൻ തിരുമേനി മുമ്പ് പറഞ്ഞതുപോലെ സഹായിക്കുന്നതിൽ ആ വിചാരദോഷങ്ങളുമായിട്ട് വരുന്നവരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ എടുത്തു പറയാവുന്ന 1-2 അനുഭവങ്ങൾ പറയാമോ? ഈ അതിലെ വ്യക്തികളെ അവരുടെ ഐഡന്റിറ്റി മാറ്റി നിർത്തി പറയാമോ? അങ്ങനെ പറഞ്ഞാൽ വളരെ അത്ഭുതം. ഇപ്പോൾ ഞാനിപ്പോ പെട്ടെന്ന് ഓർത്തത് ഒരു കുട്ടിയുടെ കാര്യമാണ്. ഒരു കുട്ടി അച്ഛനും അമ്മയും കൂടെ, അച്ഛൻ ഇവിടെ വന്നു പറഞ്ഞു, കുട്ടി ബ്രാഹ്മണൻ തന്നെയാണ്, ബ്രാഹ്മണ ഭാര്യ ഭർത്താക്കന്മാരും അതിൽ ഉള്ളൊരു കുട്ടിയാണ്. കുട്ടി ഇപ്പോ ഇവിടെ അടുത്ത് കാരിത്താസ് എന്ന് പറഞ്ഞൊരു വലിയ ഹോസ്പിറ്റലാണ്, അവിടെ അഡ്മിറ്റഡ് ആണ്. കുറച്ച് ദിവസമായിട്ട് അവിടെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. 2 കാലിലും 2 കൈയിലും ചങ്ങല വലിച്ച് മറ്റേ ഇതിലേക്ക് നമ്മുടെ ഉണ്ടല്ലോ, കട്ടിലിന്റെ കാലുമേലേക്കും ഒക്കെ കെട്ടി. അത്ര വയലന്റ് ആണ് ആള്. അപ്പൊ അവിടെ കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നിരുന്നു സെഡേഷൻസ് കൊടുക്കുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നു. വീണ്ടും അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഇതേ അനുഭവമാണ്. സ്വന്തം അച്ഛനമ്മ എടുത്ത് ചെന്നാൽ പോലും ആക്രമണ സ്വഭാവമുള്ളതാണ്. അപ്പോ ഇത് പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെയും കൂടിയാണ്, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പരികരണത്തിനും ഒക്കെ വരുന്ന ഒരാളുടെ ആണ് ഇയാള്. വലിയ ധനമൊന്നും ഇല്ലതാണ്. അവിടെയാണെങ്കിൽ വലിയ ചാർജുമാണ് ഈ പറയുന്ന ഹോസ്പിറ്റലൊക്കെ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കാണാം, ഞാൻ ഇന്ന് വൈകുന്നേരം അതിലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി കണ്ടു. ഈ കണ്ട് കഴിഞ്ഞ ഞാൻ ചെന്നപ്പോ ഒന്ന് ഉണർന്നു. ഉടനെ എന്നെ ആക്രമിക്കാനൊക്കെ വന്നു. തെന്നലേക്ക് ഇട്ടതുള്ളതുകൊണ്ട് ഒന്നും പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇതൊന്നും സാരമില്ല, നിങ്ങൾ നാളെ ഇയാളെ അങ്ങോട്ട് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ അവര് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചോദിച്ചപ്പം ഡോക്ടർമാരൊന്നും സമ്മതിച്ചില്ല, ഇത് വളരെ അപകടമാണ്, ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അവിടെ സ്വന്തം റിസ്കില് കൊണ്ടുപോകുന്നോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോ മുതൽക്ക് ഈ പ്രത്യേക ഒരു സ്പന്ദവിശേഷമുള്ള ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോ തന്നെ അയാളെ വയലൻസ് ഒക്കെ അങ്ങോട്ട് മാറി. എനിക്കിത് ആളെ കണ്ടപ്പോ തന്നെ ഇത് എന്ത് തരം ബാധയാണ് എന്ന് എനിക്ക് എല്ലായ്പ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നും ബോസ്റ്റ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. എന്തോ കാരണം കൊണ്ട് ഇന്ന് കഴിഞ്ഞ തലേ ദിവസം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലൊരു തോന്നലുണ്ടാവുമല്ലോ. അത് ഞാൻ മനസ്സുകൊണ്ട് തന്നെ ചെയ്തിട്ടാണ് പോയത്. എന്താണെങ്കിലും പിറ്റേ ദിവസം കൊണ്ടുവന്നു. ഞാൻ അയാളെ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, കെട്ടൊന്നും വേണ്ട, ഇവൻ എൻ്റെ കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചോണ്ട് അകത്തൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് പോയി പുഴയിൽ പോയി കുളിച്ചു. നീ എന്നെ സഹായിക്കണം, ഈ പൂജയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അവൻ സഹായിച്ചു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം രാത്രി തന്നെ ഞാൻ അവർ പറഞ്ഞു വിട്ടു, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ അവിടെ ചങ്ങലയ്ക്ക് ഇട്ടതിന്റെ കൊണ്ട് അവന് ഉണ്ടായ ദേഷ്യമാണ് ഇതൊക്കെ അവൻ കാണിച്ചത്. ഇനിയിപ്പോ അവനൊന്നും ചെയ്യില്ല. സംഗതി അതല്ല, ഒരു പ്രത്യേകതരം ബാധയുണ്ടായിരുന്നു. ആ ബാധയെ അതെന്ത് തരത്തിലുള്ള ഇതാണെന്ന് എനിക്കറിയാമായിരുന്നു. അത് നമ്മുടെ പാരമ്പര്യ ശക്തി കൊണ്ട്, അഥവാ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയട്ടെ, അവര് ഉള്ളതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റി. അതിനുള്ള പ്രതിവിധി പെട്ടെന്ന് വളരെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മാറി. അന്ന് രാത്രി തന്നെ അവർ തിരിച്ചു വീട്ടിൽ പോയി. ആ പയ്യന് പിന്നെ ഇതേവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല.
അതുവരെ കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ചങ്ങലക്കിട്ട് കിടക്കുക. അല്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി, ആ കുട്ടി അബുദാബിയിൽ ആണ്. കുട്ടിയുടെ അമ്മ നേഴ്സോ ഡോക്ടറോ അങ്ങനെ ഉണ്ടാണ്, അച്ഛനൊരു എഞ്ചിനീയറാണ്, രണ്ടുപേരും അവിടെ എംപ്ലോയിഡ് ആണ്. ഈ കുട്ടിയുടെ പ്രശ്നം ഒന്നും കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എന്നാ അവർക്ക് മെഡിക്കൽ മേഖലയായിട്ട് നല്ല പരിചയമുള്ളതാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ് അമ്മ. അപ്പോ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഭക്ഷണം കൊടുക്കുന്നത് ലിക്വിഡ് ഫുഡായിട്ട് ജ്യൂസ് പോലെ ആക്കി അവളെ പിടിച്ചു കിടത്തി രണ്ട് കൈയും ഒക്കെ പിടിച്ച് വായ സ്പൂൺ കൊണ്ട് പിടിച്ച് തുറന്ന് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വേണം കഴിക്കാൻ. തീരെ ഫ്രെയിലാണ് ആ കുട്ടി. അതിന് പല ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്ത് നോക്കി. എവിടെ ചെന്നാലും പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല ഇതിന്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ആ കുട്ടിക്ക് ഒന്നും തന്നെ ഇല്ല. സ്കാനിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് ചെക്കിലോ അതൊന്നും യാതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ ട്രീറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് എല്ലായിടത്തും ഉപേക്ഷിക്കപ്പെട്ടു. ഇവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ടും എവിടെയാ ഇവിടെ അടുത്തുള്ള ഭാരത് ഹോസ്പിറ്റൽ അവിടെ കണ്ടൊക്കെ പോയിട്ട് പിന്നെ ഇവിടെ എങ്ങനെയൊക്കെ ആയിട്ട് അറിഞ്ഞ് ഇവിടെ വന്നു. ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവുക. പക്ഷിബാധ എന്നാണ് ഇതിന് പറയുക. കുട്ടിയെ കണ്ടാൽ മനസ്സിലാവുക. അത് വളരെ നിസ്സാരമായിട്ട് മാറ്റാനുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം വേറെ ചിലർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 8 മണിയാകുമ്പോൾ കൊണ്ടുവന്നു. മറ്റവരുടെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് കുട്ടിയെ ആ പക്ഷിബാധയിൽ മാറി ആവാഹിച്ച് മാറ്റി കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുപോയി ഞാൻ ഏറ്റവും ആദ്യം ഇവരെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം കൊടുത്ത ഒരു ലഡുവാ ആ കുട്ടിക്ക്. നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് ഒരു ലഡു കൊടുത്തു. അവൾ അത് മുഴുവൻ കഴിക്കുകയും ചെയ്തു. ഇവരന്തം വിട്ട് നോക്കി നിൽക്കുക. ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതായിട്ട് ഇങ്ങനെ വേണം കൊടുക്കാൻ. ഈ സ്പൂൺ ഫീഡ് വേണം, കൈയും ഒക്കെ പിടിച്ച് കെട്ടണം, ജ്യൂസായിട്ട് വേണം. ആ കുട്ടി ഒരു ലഡു അത് മുഴുവൻ തിന്നു. ആ കുട്ടിക്ക് അത് വന്നിട്ടുമില്ല. ഇതിനെ പക്ഷിബാധ എന്നാണ് ഇതിന് പറയുക. അത് കുട്ടികൾക്ക് വരുന്ന ഒരു തരം ബാധയാണ്. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ഓരോന്നായിട്ട് ചോദിച്ചേക്കരുത് കേട്ടോ. അതൊക്കെ പറഞ്ഞു തരുന്നെങ്കിൽ ഓരോ അത് എന്താണ് ബാധ എന്നും ഈ അതെന്ത് തരം മന്ത്രമാണെന്നും. പക്ഷി വാങ്ങിച്ചാൽ നമ്മൾ ഇപ്പൊ ചെലച്ചു നടക്കുന്ന ഈ പക്ഷികൾ എന്ന് വിചാരിക്കരുത്. അത് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഈ പ്രതിബിംബവും പ്രതിബിംബത്തിന്റെ പ്രതിബിംബവും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് പക്ഷിബാധ. അല്ലാണ്ട് ഒരു പക്ഷിയായിട്ട് വന്ന് ആ കുട്ടിയുടെ മേത്തേക്ക് കയറുക അങ്ങനെയൊന്നും വിചാരിക്കരുത്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. അതിനെ ഒരു ക്ലാസിഫൈ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അതാണെന്ന് മനസ്സിലാകും. അത് അതിന് വേണ്ട പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറാം. മാറ്റിക്കൊള്ളാം എന്നല്ല, മാറിയേക്കാം. എന്താണെങ്കിലും അത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കുറെ ഓർത്തെടുക്കാൻ പോയി ആലോചിച്ച് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കിട്ടും. ഈ രോഗങ്ങൾ ഉൾപ്പെടെ ചിലത് മാറ്റാൻ പറ്റാത്തതുണ്ട്. ഒരേ സമയം രണ്ട് പേരുടെ രോഗം വിഷയം കൈകാര്യം ചെയ്തു. രണ്ടുപേർക്കും വേണ്ടതായ പ്രതിവിധികളും ചെയ്തു. പക്ഷേ ലാസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകും, ഒന്ന് ആയുസ്സില്ല അധികം. ഏതാനും കൂടി വന്നാൽ ഒരു 3 മാസം, അതിൽ കൂടുതൽ ആയുസ്സില്ല എന്ന് അതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസമാണ്, സംഭവിക്കാറുമുണ്ട് അങ്ങനെയൊക്കെ. മറ്റേ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെ പലപ്പോഴും കാണാറുണ്ട്. മന്ത്രപ്രയോഗങ്ങളിൽ കൂടെയാണ് ഇതൊക്കെ സാധിക്കുക. തിരുമേനി ഇതില് ഉദാഹരണങ്ങള് മനഃപൂർവ്വം ഉണ്ടായതാണോ അതോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ബാധ സംഭവിച്ചതാണോ? ആദ്യം പറഞ്ഞ ആൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അതില് അതും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പൊതുവെ ഒരു ധാരണ ഇതൊക്കെയും ശത്രുക്കൾ നമുക്കെതിരെ ചെയ്യുന്നതാണ് എന്നൊരു ധാരണ, ഒരു മുൻവിധി എല്ലാവർക്കും ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടല്ലോ. എൻ്റെ നാശത്തിന് കാരണം ഞാനൊന്നുമല്ല, ഐ എം പെർഫെക്റ്റ് ആക്ച്വലി. പക്ഷേ മറ്റു ചില ആൾക്കാരുടെ ഈ പറയുന്ന അസൂയയോ കുശുമ്പോ അല്ലെന്നുണ്ടെങ്കിൽ എന്നോടുള്ള വിരോധമോ കാരണം എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഇതൊന്നും എൻ്റെ കുറ്റമല്ല എന്ന് ന്യായീകരിക്കാനാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം. അല്ല, അങ്ങനെയാണ് ഒരു പൊതുവെ പതിവ്. ജീൻ വാൽജീൻ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ജീൻ വാൽജീൻ എന്ന് പറയുന്ന പഴയ നോവലില്ലേ. അല്ല, അതില് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അയാളൊരു കള്ളനോ ഒക്കെ ആയി തീർന്നതിന് കാരണം സമൂഹമാണെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ കണക്കെടുക്കാൻ പറ്റില്ല. കള്ളം ചെയ്താൽ, മറ്റേ മോഷണം നടത്തിയാൽ, കൊലപാതകം ചെയ്താൽ അതൊക്കെ അവന്റെ തെറ്റ് തന്നെയാണ്. സാഹചര്യം വേറെ പലതുമായിരിക്കും. എന്താണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം
തെറ്റ് ചെയ്യാത്ത ആളാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സമൂഹം എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്ങനെ പോയാലും ഞാനല്ല കുറ്റക്കാരൻ എന്ന് സ്ഥാപിക്കാൻ നമുക്കൊക്കെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നുണ്ട് ഈ ശത്രുബാധ ആണ് മിക്കവാറും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സംഗതി. ശത്രുബാധ ജ്യോതിഷപ്രകാരമൊക്കെ നോക്കുമ്പോൾ പറയാൻ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. അത് ബാധാസ്ഥാനത്തോ ശത്രു ആറാം ഭാവത്തിലോ ബാധാസ്ഥാനത്തോ ഒക്കെയുള്ള ഗ്രഹങ്ങളെ കൊണ്ടും അങ്ങോട്ട് നോക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ബാധകപതി നോക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ഒക്കെ ബാധ പറയാം. എന്നിട്ട് ഇതൊക്കെ ശത്രുബാധയാണ്, അതായത് ശത്രുക്കളാൽ ചെയ്യപ്പെട്ട പ്രയോഗങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഈ പറയുന്ന വന്നയാൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് ജ്യോത്സ്യന്മാരും ഒട്ടുമിക്കവാറും അങ്ങനെയൊക്കെ പറയും. ഒട്ടുമിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒട്ടുമിക്കവാറും കാര്യങ്ങൾ ഈ പറയുന്ന പരപ്രേരണ കൊണ്ട് അഥവാ ശത്രു പ്രേരണ കൊണ്ടുണ്ടായിട്ടുള്ളതല്ല, പലതും അവനവനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പല വിഷപ്രയോഗങ്ങൾ പലതും എല്ലാവരും കൈവശം ഒരൊറ്റ വാക്കാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കുക. കൈവശമുണ്ട്, ശ്രദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്നൊക്കെ ജ്യോത്സ്യന്മാരൊക്കെ എഴുതാറുണ്ട്. ഈ കൈവശം എന്ന ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ആരോ ഒരാൾ ദുഷ്ടമന്ത്രങ്ങളെ കൊണ്ട് ചില വസ്തുക്കൾ നമുക്ക് ആഹാരത്തിൽ കൂടെ തന്നു, അത് വിഷമായിട്ട് മാറി എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. വിഷം ഉണ്ടാവുന്നതിൽ ഏറ്റവും വലിയ പങ്ക് അവനവനിൽ നിന്ന് തന്നെയാണ്. അവനവന്റെ വികാരങ്ങളെ കൊണ്ട് തന്നെ വികാരഭേദങ്ങളെ കൊണ്ട് തന്നെ വിഷം ഉണ്ടാകുകയും അത് വ്യാപിക്കുകയും ശരീരമാസകലം വന്ന് നമുക്കൊക്കെ അറിയാലോ, ഓരോ വികാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്രവങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ അറിയാമല്ലോ, അഡ്രിനാലിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. അപ്പൊ അത് പലപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളതിൽ കൂടുതൽ വിഷപ്രയോഗങ്ങൾ ഏറെയും ഈ പറയുന്ന സ്വയം ഉണ്ടാകുന്നത് തന്നെയാണ്. അതുപോലെ ദേഹജ ബാധകളും ദൃഷ്ടിബാധകളും അതൊക്കെ ഉണ്ട്. എപ്പോഴും ശത്രുബാധകളാകണം എന്നില്ല. അഥവാ ശത്രു വേറൊരു വ്യക്തി നമുക്കെതിരെ ചെയ്തോളണം ഇല്ലാന്നില്ല, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തന്നെ ജീവിതമാർഗമായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് പ്രയോഗം എളുപ്പമാണ്. സത്ത് ആയിട്ടുള്ള മന്ത്രവാദോ അല്ലെങ്കിൽ സത്തായിട്ടുള്ളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഈ ഒരു സമൂഹത്തിൽ നിന്നല്ല, എല്ലാ സമൂഹത്തിലും ഉണ്ട്. പക്ഷേ കൂടുതലും ഇങ്ങനെയുള്ള ബാധകളൊക്കെയും ഇങ്ങനെ മറ്റുള്ളവരാൽ ചെയ്യപ്പെട്ടതല്ല. പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതില് ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്, മറ്റുള്ളവരാൽ ചെയ്യപ്പെട്ട പ്രയോഗവിധിയിൽ കൂടെ വന്നിട്ടുള്ളതാണ് പലതും. അത് നമുക്ക് നോക്കിയാൽ അറിയാം കുറെയൊക്കെ. അതിൽ വിധ ചേച്ചി ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോ. തിരുമേനി, ഞങ്ങളിപ്പം തിരുമേനിയുടെ ഇപ്പം എത്രയും പ്രാക്ടീസസിനൊക്കെ ശേഷം ഇപ്പൊ ഒരാളെ കാണുമ്പം അയാളുടെ ഓറ നോക്കിയിട്ട് ഐ യു ഏബിൾ ടു കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എവിടെയെങ്കിലും അസുഖമാണോ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വല്ലതും കയറി കൂടിയിട്ടുണ്ടോ, അങ്ങനത്തെ എൻറ്റിറ്റീസ് അറ്റാച്ച്ഡ് ആണോ എന്നുള്ളത് ബൈ ലുക്കിംഗ് അറ്റ് ഹിസ് ഓറ? അങ്ങനെ എനിക്ക് സാധിക്കുമെന്നാണോ ചോദ്യം? അതെ, ത്രൂ യുവർ പ്രാക്ടീസസ്. ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു ഉദാഹരണമാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. ഒരാളെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ചങ്ങലയ്ക്കൊക്കെ ഇട്ട വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഒരു ഉദാഹരണം പറഞ്ഞു. രണ്ടാമത് മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. അതിന് ബാധയുടെ പേരും ഞാൻ അറിയാതെ, അത് പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും അറിയാതെ പറഞ്ഞു വന്നപ്പോ അതിന്റെ പേരും പറഞ്ഞു, ഇന്നതരം ബാധയാണെന്നും കൂടെ പറഞ്ഞു. ഇതൊക്കെ കണ്ടാൽ തന്നെ പലപ്പോഴും പറയാൻ പറ്റും. പക്ഷിബാധയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അറിയാം. ഒരുമാതിരി വല്ലാതെ ഫ്രെയിലായിട്ട് ഒട്ടും രക്തമയമില്ലാത്ത കണ്ണൊക്കെ വല്ലാതെ പുറത്തേക്ക് തള്ളി, ഇങ്ങനെയൊക്കെ കുറെ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഓറ എന്ന് പ്രത്യേകം ചോദിച്ചതുകൊണ്ട് പറയാണ്, ഓറ സ്റ്റഡി അങ്ങനെ അത് ഓതപ്രോപമാണ് ഓറ. അതായത് ഓതപ്രോപം എന്ന് വെച്ചാലോ, ഉള്ളിലും പുറത്തുമാണ് ഈ പ്രകാശം. അല്ലാതെ നമ്മള് ഇപ്പോ ഒക്കെ പല ആൾക്കാരും പറയാറുണ്ട്, ഒരു പ്രകാശ വലയം എന്നൊക്കെ പറയാറുണ്ട്, അതിൽ ഇത്ര ഇഞ്ച് വരെ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ വാസ്തവത്തിൽ, അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാവോ. അല്ല, ഓറയുണ്ട്. അത് ഓതപ്രോതമായിട്ടുള്ളതാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഉള്ളിലും പുറത്തും ഒരേപോലെ പ്രകാശിക്കുന്ന ഒന്നാണ്. അതിന് തീവ്രമായിട്ടുള്ള വലിയ പ്രകാശവലയം ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ ഉപാസന ശക്തി കൊണ്ടും ഒക്കെ
വളരെ ഗംഭീരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് ആ ഓറയിൽ പ്രത്യേകം നോക്കി അതിനെന്തോ സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചു. എന്താ അതിനെ പറയാ, ഓറ സ്റ്റഡീസ് ഒക്കെ നടത്തുന്ന Auric reading. എന്തോ ഒരു Auric reading. ഓക്കെ അതൊന്നും എനിക്കറിയില്ല. അല്ല, പൊതുവെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഉള്ളിലും പുറത്തും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രകാശം എന്ന് പറയുന്നത്. അത് ഓരോ ശരീരത്തിലുള്ള ഓരോ അണുവും ഓരോ ജീവകോശങ്ങളും വമിക്കുന്ന തുടിപ്പ് തന്നെയാണ് അത്. അതിന്റെ ടൊട്ടാലിറ്റിയാണ് ഇത് എങ്ങനെയായിട്ട് കാണുന്നത്. അതിനെ പ്രത്യേകം കാണേണ്ട കാര്യമില്ല. ഉള്ളിലും പുറത്തുമായിട്ട് നിൽക്കുന്ന ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ള ജ്യോതിഷം കൊണ്ടോ ഒക്കെ കൂടെ ചിന്തിക്കേണ്ടി വരും. തിരുമേനി ഇപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് സ്വയം ഉണ്ടാക്കുന്ന ഇതിനൊക്കെ പറ്റി സംസാരിച്ചു. കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളതുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രം പൊതുവെ കൈവിഷത്തിന്റെ പ്രതിരോധമായിട്ട്, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കളയുന്നതിന് ആൾക്കാർ പൊതുവെ സമീപിക്കുന്ന ഒരു ക്ഷേത്രമാണ്. എനിക്കും ഒരാളുടെ കൂടെ പോയിട്ട് സ്വയമുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട് അങ്ങനെ പോയതിൽ. ഇതേപോലുള്ള ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് പൊതുവെ ഇതേപോലുള്ള കൈവിഷങ്ങളോ അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ശാന്തി നൽകുന്ന ക്ഷേത്രങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ? അതൊക്കെ അങ്ങനെ ആയിത്തീരുന്നല്ലേ. ഇപ്പോ തിരുവിഴ ക്ഷേത്രത്തില് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് നല്ലതാണ്, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തതിന്റെ പ്രശ്നം എന്നാണ് കേട്ടത്. അതായത് ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് നേരത്തെ. അപ്പൊ ഇവിടുത്തെ സാമാന്യമായിട്ടുള്ള കുടുംബജീവിതവും സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത് പ്രയാസമായിരിക്കും എന്ന് കണ്ട് ഈ ഒരു സിസ്റ്റം ടോട്ടലായിട്ട് തിരുവിഴ ക്ഷേത്രത്തിൽ അന്ന് ദർശൻ പോയി പരിഹാരമൊക്കെ ചെയ്ത് അവിടുത്തെ എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഇതും കൂടെ ഇവിടെ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയതുള്ളതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനൊരു കാരണക്കാരൻ അദ്ദേഹമാണെന്നാണ്. അപ്പൊ അത് ഈ ക്ഷേത്രം ഇതിനു വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളതൊന്നുമല്ല. മറ്റേ ക്ഷേത്രം സാക്ഷാൽ പരമശിവന്റെ മഹാദേവന്റെ ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെയുള്ള ചില സംഗതികൾ ഇടക്കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആ ദേവന്റെ ശക്തി കൊണ്ട് അതൊക്കെ പുഷ്ടി പ്രാപിക്കുന്നു. വേറെ ചിലത് അനുകൂലമല്ലാത്തത് നിന്നു പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ക്ഷേത്രം അതിനു വേണ്ടിയിട്ടല്ല കേട്ടോ. ക്ഷേത്രമോ ആ ക്ഷേത്രേശനോ ഈ ശബ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രം അല്ല തിരുവിഴ മഹാദേവ ക്ഷേത്രമാണ്. അത് 108 ശിവാലയങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ തന്നെ അതിന്റെ ഒരു ചെറിയ ഭാഗമാണിത് എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഉദ്ദേശിച്ചല്ല, അതിന് ശാന്തി നൽകുന്ന ഒരു ദേവനാണ്. അത് ആ ദേവന്റെ ഒരു പ്രധാന കർമ്മം അതൊന്നുമല്ല. അതിനു വേണ്ടിയിട്ടല്ല ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹമായിട്ട് എൻ്റെ മുത്തശ്ശനായിട്ടാണ് അവിടെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അവിടെ പോയി. അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ, ആ ക്ഷേത്രത്തിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ട് വന്നിട്ട് അതിന്റെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പരിഹാര കർമ്മങ്ങളൊക്കെ അനവധി ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അതെല്ലാം മാറി അതിനുശേഷം ഇങ്ങനെ ഒരു സംഗതി കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് അതിനെ ഇവിടുന്ന് തന്നെയാണ് എൻ്റെ ഒരു മരുന്ന് അവിടെ കൊണ്ടുപോയി നട്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ രേഖകളൊന്നുമല്ല. ഒരു വലിയ കാര്യമായിരുന്നല്ലോ അന്ന്. മരുന്നൊക്കെ കൊടുത്താൽ സുഖപ്പെടും എന്ന് പറയുക, അത്രയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അന്ന് അങ്ങനെ ചെയ്തതായിട്ടാണ് കേട്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുണ്ടായ ക്ഷേത്രം എന്നൊന്നും വിചാരിക്കരുത്. ഈ പറയുന്ന ഓരോരോ ക്ഷേത്രങ്ങളും ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പിന്നീട് മുദ്ര കുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗം കൊണ്ട്. ഇപ്പൊ ചോറ്റാനിക്കര ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ബാധകൾക്ക് ചെന്ന് കൂടാനുള്ള അവരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു ഓൾഡേജ് ഹോമായിട്ടോ ബാധകൾക്കൊക്കെ അവസാനം ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം ചോറ്റാനിക്കര എന്നൊക്കെ എങ്ങനെയോ ആയിപ്പോയത്. അതിന് വേണ്ടിയിട്ടല്ല ദേവത ഉണ്ടായിട്ടുള്ളതും ആ ദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഒന്നും അതിന് വേണ്ടിയിട്ടില്ല. പിന്നീട് അങ്ങനെ അങ്ങോട്ടൊക്കെ ആയി തീർന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. തീർച്ചയായിട്ടും അത് ഐതിഹ്യമാലയില് ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തെ പറ്റിയിട്ടൊരു ഐതിഹ്യം തന്നെ ഐതിഹ്യമാലയിലുണ്ട്.
ഒരു പൂജാരിയെ ഒരു അതെ. ആന്തനെ ഇതുപോലെ ശല്യപ്പെടുത്തുന്നതും പിന്നീട് ആ. ഭഗവാൻ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടൊരു ഐതിഹ്യമല്ലല്ലോ. അതെ അതെ. ഞാൻ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടതാണ്. പൊതുവെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണാം ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് കാണാം. അതല്ലാതെ ഇതേപോലെ ശത്രുക്കൾ നമുക്കെതിരെ തന്നെ ചെയ്യുന്ന ക്ഷുദ്രപ്രയോഗങ്ങളും നിലവിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കുള്ള പരിഹാരമാണോ ശത്രു സംഹാര പുഷ്പാഞ്ജലികൾ? അല്ല അതിനേക്കാളും തിരുമേനിയെ പോലെ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ആണോ അതിന് സമീപിക്കേണ്ടത് ജ്യോതിഷത്തിലൂടെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ? ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇതിനുള്ളതൊന്നും അല്ല ക്ഷേത്രം. ക്ഷേത്രം ശത്രുസംഹാരത്തിന് വേണ്ടിയിട്ടുള്ളതോ ഒന്നും അല്ല. ഇതൊക്കെ എങ്ങനെയോ നടപ്പിലായി പോയി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിലും ഒരു നീണ്ട ലിസ്റ്റ് കാണാം. എന്തൊക്കെയോ ഇങ്ങനെ എനിക്കും തന്നെ അറിയാൻ വയ്യാത്ത പല സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് തന്ത്രമുള്ള ക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ മേശാന്തി എനിക്ക് ചോദിച്ചേട്ടാ, ഈ നമസ്കാരം എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ചീട്ട് വരുന്നത് എന്താ ചെയ്യണ്ടേ? ചീട്ട് വരുന്നുണ്ട്, ഞാനൊരു പ്രസാദം എടുത്ത് കൊടുക്കും എന്നുള്ളതല്ലാണ്ട് അല്ല, എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒന്ന് നമസ്കരിച്ചാൽ മതിയോ ഈ ചീട്ട് വരുമ്പോ? നമസ്കരിക്കുകയാണെങ്കിൽ ആരെയും നമസ്കരിക്കണ്ടേ? അവിടുത്തെ ദേവനെയാണ് നമസ്കരിക്കാതെ വേറെ വല്ലരെയാണോ? ഇത്രയ്ക്ക് മോശമാണ് അവസ്ഥ. നമസ്കാരം എന്ന് പറഞ്ഞൊരു 20 രൂപയുടെയോ 25 രൂപയുടെയോ ഒരു ചീട്ട് ഈ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഈ മാതിരിയുള്ള ആൾക്കാർ അതിന്റെ മാനേജ്മെന്റ് എഴുതും. എന്താ വെച്ചാൽ അവിടെ ബോർഡിലുണ്ടാവും, അത് എഴുതും. ആ ചീട്ടുമായിട്ട് ഭക്തജനം ആയിട്ടുള്ളവൻ അകത്ത് ചെന്ന് മേശാന്തിയുടെ കൈ കൊടുത്താൽ മേശാന്തി ഇപ്പൊ അതുമായിട്ട് എന്ത് ചെയ്യാനാ? ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നെല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. അതിപ്പോ അത് എന്ത് മന്ത്രം ഉപയോഗിച്ചാൽ അത് ചെയ്യാം? ഇതൊന്നും അങ്ങനെ, അതൊക്കെ ഒരു ജനറലൈസ്ഡ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും തരത്തിൽ നമുക്കിപ്പോ വേറെ സിസ്റ്റം ഒന്നുമില്ല. ക്ഷേത്രങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകത്തക്ക വിധത്തിലുള്ള ധനം പണ്ട് രാജാക്കന്മാരുടെ സംരക്ഷണയിലെയോ ഈ പറഞ്ഞ അല്ലെങ്കിൽ പല മനകളുടെയോ ഒക്കെ സംരക്ഷണത്തിലോ ഉള്ള ക്ഷേത്രമാണെങ്കിൽ അതിനുള്ള സ്വത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ നശിച്ചപ്പോ വരുമാനം ഇങ്ങനെ വന്നേ മതിയാവുള്ളൂ. അപ്പൊ അതിന് നമ്മുടെ മനസ്സിന്റെ ഒരു സങ്കല്പം, എൻ്റെ ശത്രു നിഗ്രഹം നടക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ ധനം സമർപ്പിക്കുന്നു എന്നൊക്കെ വിചാരിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും അവിടെ സംഭവിക്കില്ല, സംഭവിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനുള്ളതല്ല ക്ഷേത്രം. ക്ഷേത്രം ഇങ്ങനെയുള്ള നമ്മള് വില്ലേജ് ഓഫീസിൽ പോയി ആ പേര് ഇങ്ങോട്ട് മാറ്റി ഇത് അങ്ങോട്ട് ചെയ്ത് മറ്റേ കരമടച്ച് എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു സ്ഥലം പോലെ പലതരത്തിലുള്ള സർവീസ് ചെയ്യാനുള്ള ഒരു സ്ഥലവും മറ്റൊന്നും അല്ലല്ലോ ക്ഷേത്രം. ക്ഷേത്രത്തിൽ ഭക്തജനം പോലും ഒരു ആവശ്യ ഘടകം എന്ന് പറയാൻ പറ്റില്ല വാസ്തവം. ആ ക്ഷേത്രം അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതിൽ കൊണ്ടുണ്ടാകുന്ന അവിടുന്ന് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള എനർജി കൊണ്ട് ആ പ്രദേശം ആകമാനം ശുദ്ധീകരിക്കപ്പെടാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ യോഗീശ്വരൻ എന്ന് വിചാരിച്ചാൽ മതി. ഒരു മഹായോഗി ആയിട്ടാണ് ആ ക്ഷേത്രത്തെ കാണേണ്ടത്. ആ യോഗിയുടെ സാമീപ്യം മതി. യോഗി തപസ്സിലായിരിക്കും. അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കുക, അദ്ദേഹത്തിന് വേണ്ടത് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടെങ്കിൽ അഥവാ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് പുഷ്പം പറിച്ചുകൊണ്ട് അടുത്ത് കൊണ്ടുവയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ആൽവൃക്ഷത്തിന്റെ ചുറ്റുപാടുകളുള്ള മാലിന്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. വേണമെങ്കിൽ അവിടെ ഒന്ന് നമ്മുടെ ഒരു വികാര പ്രകടനം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒന്ന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുക, ശല്യപ്പെടുത്താതെ പോവുക. അതൊക്കെ അതുപോലെ തന്നെയാണ് ഒരു യോഗിയെ പോലെ തന്നെയാണ് ക്ഷേത്രത്തെ വിചാരിക്കേണ്ടത്. ആ യോഗി അവിടെ ഇരുന്ന് തപസ് ചെയ്താൽ ആ ദേശത്തേക്ക് ആകമാനം ആ ഒരു വൈബ് ഉണ്ടാകും. അങ്ങനെയാണ് പണ്ട് നമ്മൾ ക്ഷേത്രങ്ങളെ കണ്ടുകൊണ്ടത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊന്നും പഴയ കാലത്ത് വലിയ തിരക്കൊന്നുമില്ലാതെ. ഒരു ദേശത്ത് ഒരു ബ്രാഹ്മണനില്ല എന്നുണ്ടെങ്കിൽ പഴയ കാലത്തെ ഒരു രീതി അനുസരിച്ച് ഒരു ബ്രാഹ്മണനെ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിക്കുക പതിവുണ്ട്. എന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്ന പഞ്ചകൃത്യങ്ങൾ, മനുഷ്യയജ്ഞവും ദേവയജ്ഞവും പിതൃയജ്ഞവും ഒക്കെ കൊണ്ട് അതിന്റെ ഒരു ഫലം, ഒരംശം ആ ദേശത്തേക്കും കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും സങ്കല്പവും കൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഇന്നത്തെ ബ്രാഹ്മണൻ എന്നൊന്നും വിചാരിച്ചേക്കരുത്. ഞാൻ പറഞ്ഞ പഴയ കാലത്തെ പോലെ അഗ്നിഹോത്രാദി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പ്രദേശത്തേക്ക് തന്നെ നല്ലത്. അല്ലാണ്ട് അദ്ദേഹത്തിനെ പോയി കാണാനും അദ്ദേഹത്തിനോട് സങ്കടങ്ങൾ പറയാനും വേണ്ടിയിട്ടും മറ്റൊന്നുമില്ല. അതൊന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും കാണാൻ പോവാറോ ഒന്നും പതിവില്ല. ക്ഷേത്രങ്ങളിലും ഇന്നത്തെ പോലെ ഒരുപാട് വലിയ തിരക്കുകൾ ഒന്നും പണ്ട് കാലത്ത് പതിവില്ല. ആ ക്ഷേത്രത്തിന്
വിഘാതം വരാത്ത രീതിയിലുള്ള സമയത്ത് അവിടെ പോയി ദർശനം നടത്തി പോരാം എന്നുള്ളത് കവിഞ്ഞൊന്നും ക്ഷേത്രങ്ങൾ ചെയ്യാറില്ല. ഈ പറയുന്ന വഴിപാടുകളൊക്കെ പിന്നീട് ഏതോ കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. പണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലും ഒരു ലിസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പറയുന്നത് ഒരു മിനിമം ഒരു 50-100 വർഷത്തേക്ക് മുമ്പ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള പഴയ തരത്തിലുള്ള വഴിപാടുകൾ ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. ചരട് ജപം അങ്ങനെയൊക്കെ. ഇതൊക്കെ എന്താണെന്ന് ചെയ്തു കൊടുക്കുന്നവർക്ക് പോലും വലിയ പിടിയൊന്നും ഇല്ല. ഞാനത് പക്ഷെ അതൊക്കെ ഒരു സമൂഹത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗത്തേക്ക് വന്നു. അതെ, സമൂഹത്തിലുള്ള സംശയങ്ങളാണ് ഞാൻ അത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലായി. തെറ്റിദ്ധാരണകൾ ഇതാക്കാൻ അതെ. വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും സിമ്പിളായിട്ട് ചോദിക്കുന്നത്. ആ. ഇതിപ്പോ തിരുമേനി അതിൽ സംസാരിച്ചതില് നമ്മൾ അതിനു മുമ്പ് ഫോണിൽ സംസാരിക്കുമ്പോൾ പല രാജ്യങ്ങളിലും പോയി കർമ്മങ്ങൾ ചെയ്തതിനെ പറ്റിയിട്ട് പരാമർശിക്കുകയുണ്ടായി. നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമുള്ളൂ എന്ന് വിചാരിക്കുന്ന പലതും ഇപ്പൊ ഞാനും മനസ്സിലാക്കുകയാണ്, മറ്റു പല രാജ്യങ്ങളിൽ ഇതിനേക്കാളൊക്കെ വളരെ കൂടിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് തിരുമേനിയുടെ അനുഭവങ്ങളൊന്ന് ചുരുക്കി പറയാമോ? അങ്ങനെ ഞാൻ ഉണ്ടായി കണ്ടിടത്തോളം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ എല്ലായിടും തന്നെ വളരെ ശക്തമായിട്ടുള്ള മന്ത്രവാദ കർമ്മങ്ങളും ആഫ്രിക്കയിലും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള മന്ത്രവാദങ്ങൾ നമ്മളെക്കാളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതികൾ നടക്കുന്നു. ഇവിടെ നിന്ന് മാത്രമല്ല, മിക്കവാറും ഇല്ലാത്ത സ്ഥലമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഡേൺ സൊസൈറ്റിയെ കണ്ടുകൊണ്ട് അതൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അവിടെ പോയി വേണ്ട വിധം അന്വേഷിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഇതെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയാൻ പറ്റും. കൊലാലംപൂരിന്റെ ഒരു ചരിത്രം, ഞാൻ കൊലാലംപൂരിൽ മലേഷ്യയിൽ പോയപ്പോൾ കൊലാലംപൂരിൽ ഇവിടെ വെച്ച് അവിടെ അതിന്റെ ഫൗണ്ടർ ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന പരമശിവൻ എന്ന് ആണ് അവിടുത്തുകാര് പറയുന്നത്. അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ഒരു പഴയ പണ്ഡിതനായിട്ടുള്ള അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ് പരമശിവനാണ് ഇതിന്റെ ഫൗണ്ടർ. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കൗളാലയപുരമാണ് കൊലാലംപൂർ ഒക്കെ ആയിട്ട് മാറിയത്. കൗളമാർഗാവലംബിയായിരുന്ന ഉപാസകന്മാരുടെ കേന്ദ്രമായിട്ടുള്ള പരമശിവനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള നഗരം കൗളാലയപുരം. അവിടെ എന്തൊക്കെ നടന്നിരുന്നു എന്ന് ഇനി അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അല്ല, ആ തരത്തിലുള്ള കർമ്മങ്ങളും പ്രത്യേകിച്ച് ഈ താന്ത്രിക ബുദ്ധമതത്തിൽ ഉള്ള പ്രയോഗ വിധികളും ഒക്കെ ഇപ്പോഴും ധാരാളമായിട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ച് ഒരു പൈശാചികമായിട്ടുള്ള സംഗതികളും നടക്കുന്നുണ്ട് പല സ്ഥലത്തും. അത് വളരെ ഇഫക്റ്റീവുമാണ്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് ദുഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയോഗങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അത് ഈ പറയുന്ന രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ. ഈജിപ്റ്റ്, യൂറോപ്പിൽ കുറച്ച് കുറവ് തന്നെയാണ്. യൂറോപ്പ് ഇടക്കാലത്ത് ആ കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ മാറിയിട്ടൊരു വേറൊരു വെസ്റ്റേൺ കൾച്ചർ രൂപപ്പെട്ട് വന്നൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെയും പൂർവികമായിട്ട് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗ്ലിംസസ് വി ക്യാൻ സീ ഈവൻ നൗ. അമേരിക്കയിലെ ഷമാനിസം ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണല്ലോ. റെഡ് ഇന്ത്യൻസിന്റെ ദുർഗാ സമ്പ്രദായത്തിലുള്ള സാധനകളും അത് വെച്ചുള്ള മന്ത്രവാദങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അതിൽ അവർക്ക് ചില പ്രത്യേക തരത്തിലുള്ള സപര്യകളൊക്കെ ഉണ്ട്. ചില പാനീയങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അത് എനിക്കിത് കഴിച്ചു നോക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കിത് സാധിച്ചിട്ടില്ല. അത് വളരെ അപകടകരമാണ്, വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് കഴിച്ചിട്ടുള്ള ആൾക്കാർ, അത് കഴിച്ച് അങ്ങനെ ചില ശക്തി നേടിയ ആൾക്കാർ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവര് വഴിതെറ്റി പോയിട്ട് എൻ്റെ അടുത്ത് വന്ന് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണെങ്കിലും അതൊക്കെ വല്ലാത്ത വിഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത, അതായത് നമ്മുടെ കൾച്ചറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റിയാണ് എനിക്കത് പറയാനുള്ളത്. അയാള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മറ്റുമൊക്കെ യുക്തിവാദി തന്നെയായിരുന്നു. ഒരിക്കലും ഈ ഈശ്വര സമ്പ്രദായം അതൊന്നും അനുവർത്തിച്ചില്ല. ക്രിസ്ത്യനാണ്. പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെയോ അയാള് വേറൊരു സ്ഥലത്ത് മറ്റൊരു ഇങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് കണ്ടുമുട്ടി. ഇങ്ങനെ അതൊക്കെ കുറെ നോക്കി ഷമാനിസം ഒക്കെ കുറച്ച് പഠിച്ചു. പിന്നെ ഇത് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയായിട്ട് വല്ലാത്ത ശക്തിവിശേഷങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുകയൊക്കെ ഉണ്ടായി. പക്ഷെ അത് വന്നിട്ട് ഒരുപാട് വേറൊരു അവസ്ഥയിലേക്ക് മാറി. ഒരു പൈശാചിക അവസ്ഥയിലേക്കൊക്കെ അയാളുടെ സ്വഭാവം മാറി വന്ന് അയാൾക്ക് തന്നെ കൺട്രോൾ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് വരികയൊക്കെ ചെയ്തത്.
അപ്പൊ അത് ഇതുകൊണ്ടാണെന്നും അയാൾക്ക് തന്നെ അറിയാം, ഈ പറയുന്ന ഇത് കഴിച്ചിട്ടാണെന്നും ഒക്കെ അയാൾക്കറിയാം. അല്ല, അപ്പോ ഇത് കോമൺ ആയിട്ട് പറഞ്ഞാല് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമുള്ള ഒരു സംഗതിയല്ല ഇത്. വളരെ അസംസ്കൃതമായിട്ടുള്ള രീതിയിലുള്ള സംഗതി മുതൽക്ക് അതിപ്പോ എന്തിനാ വേറെ നമ്മുടെ ഇതര മതസ്ഥന്മാരിപ്പം ക്രൈസ്തവര് അവര് മന്ത്രവാദം ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർ ചെയ്യുന്നവര് രഹസ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പരസ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണമെന്നുള്ളത്. പലപ്പോഴും അച്ഛന്മാരും മറ്റുമൊക്കെ ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് എന്ന് ചേർക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആലംബം വേണം, ഒരു ശക്തമായ എനിക്ക് ഒരു നിലനിൽപ്പിന്റെ അവലംബം എനിക്ക് വേണം. ക്രിസ്തുവിന്റെ നാമത്തിൽ തീർത്താനേ നീ പോകണമെന്നോ അല്ലെങ്കിൽ എന്താണ് ആവശ്യം അതൊക്കെ അവര് പറയുന്നുണ്ട്. അതാണ് അവരുടെ മന്ത്രം. അവരുടെ അതിശക്തമായിട്ടുള്ള മനസ്സിന്റെ സങ്കല്പമാണ് അവിടെ ഇറാഡിക്കേഷന് സഹായിക്കുന്നത്. അതിന് അവര് ഹെൽപ്പായിട്ട് കാണുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നതായിട്ടുള്ള ദൈവിക രൂപത്തെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏതിനെയും നമുക്ക് പേരിലല്ലല്ലോ കാര്യം, ഏതിനെ വേണമെങ്കിലും സാക്ഷാത്താകുന്നതായിട്ടുള്ള ശക്തിവിശേഷത്തെ നമുക്ക് സ്വാംശീകരിക്കാൻ എന്തിനെ വേണമെങ്കിലും, ഏതൊരു മതവും മുസ്ലിം രീതിയിലുള്ള മന്ത്രവാദങ്ങളും മറ്റൊക്കെ ധാരാളം ഉണ്ട്. അത് ഒരുപക്ഷെ ക്രിസ്ത്യൻ രീതിയേക്കാൾ കൂടുതലാണെന്നാണ് ഞാൻ കണ്ടിടത്തോളം. അത് കേരളത്തിലെന്ന് മാത്രമല്ല, പുറത്തും മറ്റു പല രാജ്യങ്ങളിലൊക്കെയും അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഉള്ളതായിട്ടാണ് എൻ്റെ അനുഭവം. അത് ഞാൻ അടുത്ത ചോദ്യം, സത്യത്തിൽ പറഞ്ഞാൽ ഇതായിരുന്നു ഞാൻ അടുത്ത ചോദിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ചോദ്യം. അതിലേക്കാണ് തിരുമേനി അതിലേക്ക് എത്തിയത്. നമുക്ക് വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇതേപോലെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാൾ ഫേസ്ബുക്കിലൊക്കെ കൂടി 2-3 പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് പറഞ്ഞാൽ തിരുമേനിക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത്, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിൽ എഴുതിയ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ക്രിസ്ത്യൻ മുസ്ലിം മാന്ത്രികം അല്ലെങ്കിൽ അറബി മാന്ത്രികം എന്ന് പറയുന്ന ആ ഒരു രീതിയിലും ഒരുപാട് കടുത്ത പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ആരോടും പറയുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ അതിൽ നിന്ന് മുക്തി നേടാനും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയേണ്ടായി. സത്യമാണോ അത്? അങ്ങനെ പറഞ്ഞുകൂടാ. കണ്ടുപിടിക്കാനും അതിൽ നിന്നുള്ള മോചനത്തിനും ഒക്കെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഉണ്ട്. അത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ എനിക്ക് തന്നെ എന്റെ തന്നെ അനുഭവങ്ങൾ എനിക്കെതിരെ പലരും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യ കാലത്തൊക്കെ ഇത്രയും കാലമായിട്ട് പലരും ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവത്തിലേക്ക് വരും. എനിക്ക് തന്നെ സ്വയം മനസ്സിലാവും. അത് ഞാനൊരു പക്ഷേ പലപ്പോഴും മറ്റുള്ള ആൾക്കാർ ജ്യോത്സ്യന്മാരെ കൊണ്ട് ചിലപ്പോൾ പ്രശ്നമൊക്കെ വെച്ച് നോക്കും. എനിക്കങ്ങനെ ഒരു ചില അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധകളൊക്കെ ഉണ്ടോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കാറുണ്ട്. അവർ വളരെ വ്യക്തമായിട്ട് ഒരു മീനെ പറഞ്ഞ പോലെ തന്നെ എന്നൊക്കെയാണ് പ്രയോഗങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അതിനൊന്നും നേരത്തെ കാലത്തൊന്നും ഒരു റെമഡി ഞാൻ സ്വയം ചെയ്യാറ് മറ്റും പതിവില്ല. എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട്, വരും, ബാധിക്കും, പൊക്കോളും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ നിത്യമായിട്ടുള്ള സംഗതികളിൽ നിന്ന് അതങ്ങ് പൊക്കോളും. പനി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കാറുണ്ടോ? ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിക്കാറില്ല. എന്ത് ചെയ്യും ചോദിച്ചാൽ ഒരു 3-6 പ്രാവശ്യം തുമ്മും, അതിൽ കൂടെ പൊക്കോളും. അത്ര നിസ്സാരമായിട്ടാണ് ഞാനൊക്കെ കരുതിയിട്ടുള്ളത്. എന്നാൽ എൻ്റെ ഒരു വളരെ വീക്കായിട്ടുള്ളൊരു സമയത്ത് എനിക്ക് നല്ലവണ്ണം ബാധിച്ചു. അടുത്ത കാലത്ത് ഒരു വർഷം മുൻപ് അത് മനഃപൂർവ്വം വെല്ലുവിളിച്ചു തന്നെ ഈ പറയുന്ന ഇത്തരത്തിൽ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന അയാളുടെ പിടിയിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എങ്ങനെയാ ഇതൊക്കെ പറയാൻ എനിക്ക് മനസ്സിലാവില്ല. അയാളുടെ പിടിയിൽപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അയാൾക്ക് ഒരു മാസം ഏറ്റവും മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ഇയാൾക്ക് കൊടുക്കണം. പിന്നെ കാറ് വേണം, പിന്നെ സ്ഥലം വീട് വെച്ച് കൊടുക്കും. അങ്ങനെയില്ല, ഇല്ല, അയാളുടെ അണ്ടറിലാണ്. അയാളൊന്നും വിട്ടു പോരാണ്ട് പറ്റുകയില്ല ഭയം കൊണ്ട്. അങ്ങനെ നിവൃത്തി കെട്ടപ്പോ എൻ്റെ അടുത്ത് വന്നതാണ് അയാളുടെ ശല്യം സഹിക്കവയ്യാതെ. അയാള് പിടിവിട്ട് പോരാനും പേടിയാ. അപ്പൊ അയാൾ പറയുന്നതൊക്കെ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ലക്ഷക്കണക്കിന് പണം കൊടുക്കുക. അവസാനം എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞാൻ അത് ചെയ്തു, അത് മാറ്റി. ഇപ്പൊ അയാൾ സുഖമായി. പക്ഷെ അന്ന് മുതൽ ഇയാൾ എന്നെ വെല്ലുവിളിക്കുക. അത് നേരിട്ടല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ
എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പല പ്രയോഗങ്ങളൊക്കെ കടുത്ത പ്രയോഗങ്ങളൊക്കെ ചെയ്തു. അത് ഞാൻ കുറച്ച് അനുഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് രോഗങ്ങളായിട്ടും മറ്റ് പല ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ അനുഭവിച്ചു എന്നുള്ള സത്യമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എന്നെയും ഇതൊക്കെ ബാധിക്കാൻ പ്രയാസമില്ല. നമുക്ക് ക്ഷീണം വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മളെയും ബാധിക്കുന്നുള്ളത് മനസ്സിലായതാണ്. പിന്നെ ഞാനും കുറച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിനൊക്കെ പക്ഷെ കാര്യം ഇത് ചെയ്ത വ്യക്തി ഇന്ന് ചെയ്യില്ല. അത് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആകണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ള സമയത്ത്, എനിക്ക് ദുരിതം അനുഭവിക്കാനുള്ള സമയത്ത് ആരെങ്കിലും കാരണക്കാരനായിട്ട് വന്ന് എന്തെങ്കിലും ചെയ്തോളും. വേണ്ട, നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാവേണ്ട കാലമാണ് എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ആരും കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊന്നും ആകണമെന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ആരെങ്കിലും റോങ് സൈഡിൽ വരൂ ഒക്കെ ചെയ്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മതി എന്ന് പറയുന്ന പോലെ ഇറ്റ് ഹാപ്പൻ ടു ബി സോ. ഈ പർട്ടിക്കുലർ വ്യക്തിക്കാണ് അന്നൊരു നിയോഗം ഉണ്ടായത് എനിക്ക് അനുഭവം വരാൻ വേണ്ടി മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അയാളോട് യാതൊരു വിരോധം ഇപ്പോഴും ഇല്ല. പക്ഷെ അയാള് അല്ലാതൊക്കെ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് അല്ല, ഇതൊക്കെ ആർക്കും സംഭവിക്കാന്ന് പറയാ. അതിന് എൻ്റെ അവസാനത്തെ, അതായത് മോഡറേറ്റർ സൈഡിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യം, അതിൽ നിന്ന് നമുക്ക് ഓഡിയൻസിൽ നിന്ന് 1-2 പേരുടെ ചോദ്യങ്ങൾ കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് സമയവും ഒരുപാടാവുന്നു. തിരുമേനി ക്ലോക്കിൽ കൊണ്ട് ഞാനും 1:30 ഇതേപോലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ആ കർമ്മം അവരെയും ബാധിക്കുമല്ലോ. ഈ ദ്രോഹം ചെയ്യുന്നതിന്റെ കർമ്മം അത് ചെയ്യുന്നവരെയും ബാധിക്കുമല്ലോ. തീർച്ചയായും. അത് എങ്ങനെയാണ് അവരുടെ ഗതി എന്താണ്? അവരുടെ സംബന്ധിച്ച് വളരെ മോശമാണ്. ആ വ്യക്തി എന്ന് മാത്രമല്ല, ആ കുടുംബം തന്നെ അങ്ങ് നശിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ആ തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് വന്ന പാരമ്പര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഓരോരോ കാലത്ത്. അന്ധവിശ്വാസം പറയാമെന്ന് വിചാരിക്കരുത്. പക്ഷേ എന്റെ അനുഭവത്തിൽ ഞാൻ ചില അനുഭവങ്ങൾ പറയാമെന്നാണ് വിചാരിച്ചത്. വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒക്കെ മനസ്സിലായെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നിടത്തോളം വേണ്ട. അപ്പൊ ഞാനും ആ ദുഷ്ടതയിലേക്കൊക്കെ ചിന്തിച്ചു. എന്തിനാവശ്യം? നമുക്ക് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം. നമുക്കൊക്കെയും സുഖം വേണം, അല്ലെ? അങ്ങ് സുഖമായിട്ടിരിക്കുമ്പോഴാണ് എനിക്കും ആ സുഖം ഉണ്ടാകുന്നത്. അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. അങ്ങ് ദുഃഖിക്കുന്ന കണ്ടാൽ എനിക്ക് സന്തോഷമൊന്നും വരില്ല. കാര്യം എനിക്ക് അങ്ങയിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, എന്നിൽ നിന്ന് അങ്ങേക്കും ഒന്നും കിട്ടാനില്ല. പക്ഷേ അങ്ങ് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ എനിക്കും അതുപോലെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഞാനത് ചോദിച്ചത് സമൂഹത്തിൽ ഒരു പാഠമാവട്ടെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചോദിച്ചത്, അല്ലാതെ അതിന് വേണ്ടിയിട്ടല്ല. കാരണം അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും വിചാരിക്കണമല്ലോ, ഇതാണ് എനിക്കും വരാൻ പോകുന്നെന്നുള്ളൊരു ഗുണപാഠം അതിൽ ഉണ്ടാവണമല്ലോ. അതെ. അത് വലിയ ദുരന്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചില പേരുകളും ചില കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞാലോട്ട് മനസ്സിലാവുകയില്ല. അത് പറയാതെ പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയെങ്കിലും അത് വേണ്ട എന്ന് വെച്ചത്. എന്താണെങ്കിലും ഒന്നും വേണ്ടാന്ന്. ഇപ്പോ എനിക്ക് അങ്ങയോട് ചിരിച്ച് സന്തോഷിച്ച് വർത്തമാനം പറയുമ്പോൾ എനിക്ക് മനസ്സമാധാനം. നേരെ മറിച്ച് ഞാൻ അങ്ങയെ വഴക്ക് പറഞ്ഞാലോ, വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും, രക്തസമ്മർദ്ദം കൂടും, എനിക്ക് എൻ്റെ മനസ്സിൽ ദുഷ്ടത, വിഷം ഉണ്ടാകും. ആ വിഷം എൻ്റെ ശരീരത്തിൽ വ്യാപിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് ദുരിതം വരില്ലേ? വെറുതെ വഴക്ക് ഉണ്ടായാൽ മതി, ഞാനും അങ്ങും തമ്മിലൊരു വഴക്കുണ്ടായാൽ മതി. അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ദുരനുഭവം അത് കേട്ടിട്ടുണ്ടാവുന്ന പ്രയാസങ്ങളെക്കാൾ ഒരുപക്ഷെ കൂടുതലായിരിക്കും എനിക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് എനിക്കുണ്ടാവുന്നു എന്നുള്ളത് തീർച്ചയാണ്. അങ്ങ് അത് കേട്ടിട്ടേ അങ്ങേക്ക് പ്രയാസം വരുന്നുള്ളൂ. പറഞ്ഞ ഞാനാണ് ഏറ്റവും കൂടുതൽ, ഞാൻ ആ ഒരു വൈകാരിക നിലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും അന്നമയ ശരീരത്തിനും പ്രാണമയ ശരീരത്തിനും ചേഞ്ചസ് ഉണ്ടാകണം. അതൊക്കെ ദുഷ്ടതകളെ അഥവാ വിഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അതൊക്കെ സെഡിമെന്റ് ചെയ്ത് എന്നിൽ തന്നെയാണ് വന്നുകൂടുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങൾ ഞാൻ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അങ്ങേക്ക് അത്ര തന്നെ വഴക്ക് കേൾക്കുന്ന അങ്ങേക്ക് അത്രയും പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് സാധാരണ രീതിക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് മതി. അതുപോലെ തന്നെ ഈ പറയുന്ന മാതിരിയുള്ള പ്രയോഗങ്ങളോ ഒക്കെ അന്യർക്ക് എതിരായിട്ടോ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഡിസ്ട്രക്ഷൻ എല്ലാം തന്നെ നമുക്ക് ദുരന്ത ഫലങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ പ്രത്യേകിച്ച് ഒരു പരമ്പരയിലേക്ക് തന്നെ പരമ്പര തന്നെ അറ്റുപോകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പരമ്പരകളുടെ ചില
പ്രത്യക്ഷ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ കാണാൻ പറ്റും. വെറുതെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അത് ഈ മന്ത്രപ്രയോഗങ്ങളെ കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതരമായിട്ടുള്ള പല സംഗതികളും കൂടെ നോക്കണം. നമ്മുടെ ഈ താൽക്കാലിക സെഗ്മെന്റ് ഓഫ് ടൈമിൽ മാത്രം പലപ്പോഴും കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നന്മകളൊക്കെ ചെയ്യുന്നു, ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല, അമ്പലത്തിലൊക്കെ പോകുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, അവിടെ വഴിപാടൊക്കെ കൊടുക്കുന്നു, പള്ളിക്ക് ഉദാരമായ സംഭാവന ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് മാത്രം ദുരിതം, എനിക്കിതൊന്നും ചെയ്യാത്ത എന്റെ അയൽക്കാരന് നല്ല ഉയർച്ച എന്ന് പറയുന്നത് ചെറിയൊരു വിഷൻ കൂടെ മാത്രം, ചെറിയൊരു സെഗ്മെന്റ് ഓഫ് ടൈമിൽ മാത്രം കാണുന്നതുകൊണ്ടും ഒക്കെ മാത്രമാണ് കാണുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് വലിപ്പത്തിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതുകൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ വളരെ വലുത് തന്നെയാണ്, അനുഭവം വളരെ വലുത് തന്നെയാണ്, നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. സത്യം ചോദിച്ചോളൂ. ഓക്കെ, നമസ്തേ സ്വാമി. ഞാൻ ചോദിക്കാനുള്ള വെച്ചാല്, ഈ ആഭിചാര കർമ്മത്തിൽ നമ്മൾക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന അനുഭവങ്ങൾ, എന്തൊക്കെ അത് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അത് നമുക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി എന്തൊക്കെ മന്ത്രങ്ങൾ ഉപയോഗിക്കാം? അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ രാവിലെ സൂര്യന്റെ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ജപിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? പിന്നെ നമുക്കിത് ലക്ഷണങ്ങൾ അറിയാൻ വേണ്ടി എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? അതൊന്ന് ചോദിക്കാൻ വേണ്ടി. താങ്ക് യു. ഇതിപ്പോ ഒരു വല്ലാത്തൊരു ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ്. ആഭിചാരം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് യുദ്ധം കൊണ്ട് എന്തൊക്കെ ദുരിതങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഈ ആഭിചാരം എന്നൊരു ജനറൽ വാക്കാണ്, ഒരു ജനറൽ ടേമാണ്. ഇപ്പൊ ഉദ്ദേശിച്ചതാണ് മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തി ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു ദുഷ്ടപ്രയോഗത്തിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അത് എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. നമുക്ക് ദുരനുഭവങ്ങളെ കൊണ്ട് മാത്രം ഇതുകൊണ്ടാണ് എന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ ചിലർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഏതു തരം പ്രയോഗമാണ് എന്ന് അറിഞ്ഞിട്ട് അതിനുള്ള റെമഡി, എനിക്ക് രോഗം വരുന്നു, രോഗത്തിന് എന്താണ് മരുന്ന് എന്ന് ചോദിക്കുന്ന പോലെ ആയി പോകുന്നു കേട്ടോ. കുറച്ച് ആ ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരം പറയാൻ പറ്റാത്ത ഇതുകൊണ്ടാണ്. എനിക്ക് രോഗമുണ്ട് ഡോക്ടർ, ആ രോഗത്തിന് എന്ത് മരുന്നാണ് കഴിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഡോക്ടർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് ഡയഗ്നോസിസ് ചെയ്യണം വ്യക്തമായിട്ട്. ഡയഗ്നോസിസ് ചെയ്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇന്നതാണ് നിങ്ങളുടെ ഡെഫിഷ്യൻസി, ഇന്നതൊക്കെയാണ്, അതിനെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇന്നതൊക്കെയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് എനിക്ക് വ്യക്തമായ മറുപടി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും സത്യയ്ക്ക് ആ മറുപടിയിൽ സംതൃപ്തി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ചോദ്യം എനിക്ക് ബാക്ക് ചാനലിൽ അയച്ചു തന്നൊരു ചോദ്യമാണ്. അതായത് കുടുംബങ്ങളിൽ ഇപ്പോൾ സർപ്പമില്ല, പക്ഷേ സർപ്പദോഷങ്ങൾ എപ്പോഴും നമ്മുടെ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ സർപ്പദോഷങ്ങൾ കാണുന്നുമുണ്ട്, സർപ്പദോഷത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ, അതായത് കുടുംബത്തിലെ സർപ്പത്തിലെ ദോഷമാണെന്നാണ് പറയുന്നത്, പക്ഷെ കുടുംബത്തിൽ ഇപ്പോൾ സർപ്പം ഇല്ല, ഉണ്ടായിരുന്നതായിട്ട് അറിയുകയുമില്ല. അപ്പം അങ്ങനെ അതായത് മാറി താമസിക്കുന്ന സ്ഥലം വിട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട് മാറി താമസിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ അതിന്ന് പരിഹാരം കാണാം? സർപ്പദോഷം എന്ന അതും ഒരു ജനറൽ ടേമാണ്. ഈ സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതോ തരത്തിൽ പാമ്പുകളെ കൊന്നിട്ടോ അല്ലെങ്കിൽ പാമ്പുകളെ ഇതൊക്കെ കുറച്ച് ഒരുപാട് ഡിബേറ്റബിൾ ആണ് ഇതൊക്കെ. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പുകളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല കേട്ടോ. അത് അങ്ങനെ തിരിച്ചിരിക്കണ്ട. പാമ്പുകളെ എന്നല്ല, ആരാധിക്കണമെങ്കിൽ എല്ലാത്തിനെയും ആരാധിക്കാം. പാമ്പുകൾ കഴിക്കുന്ന എലികളെയും ഓന്തിനെയും ഗൗളിയെയും ഒക്കെ ആരാധിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇതിലൊക്കെ ഈശ്വരാംശം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ആരാധ്യങ്ങളാണ്. ഇവിടെ സർപ്പം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഈ നമ്മുടെ പഴയ കാലത്ത് ഈ ശക്തിയാരാധനയുടെ ഒരു ഭാഗമാണ് ഈ നാഗാരാധന എന്ന് പറയുന്നത്. സൂക്ഷ്മ കുണ്ടലിനി എന്ന് പറയുന്നതായിട്ടുള്ള അതിനെ കുറിക്കാൻ മൂലാധാരത്തില് 3.5 ചുറ്റി ഈ സർപ്പാകൃതിയിൽ ആണ് എന്നാണ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെയാണ്, ഉപമയോ അലങ്കാരമോ ഒക്കെ ചേർത്താണ് അത് ഈ സർപ്പത്തിലേക്ക് വന്നത്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാവുന്നത് ആയിട്ടുള്ള ഒന്നാണ് ഈ സർപ്പത്തിന് പറ്റിയ ഒരു സാധനമാണ് ഈ സർപ്പം. എന്നാൽ ഈ സർപ്പം സഞ്ചരിക്കുന്ന കണ്ടില്ലേ, വളരെ പെട്ടെന്ന് വളരെ സ്പീഡിലാണ് എൻ്റെ സഞ്ചാരം. എന്നാൽ ഒരു നേർരേഖയിലല്ല അത് പോവുക. അത് ഈ ഇങ്ങനെ ഗാന്ന് എഴുതിയ മാതിരിയാണ്, വേവ് ലൈക്ക് ആണ്. ഈ എല്ലാ എനർജിയുടെയും സഞ്ചാരവും അങ്ങനെ തന്നെയാണ്. എനർജി ഒരു നേർരേഖയിൽ ഒരിക്കലും പോകില്ല. ഇതേ പാമ്പ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് പോലെയാണ് എനർജിയും പോകുന്നത്.
അപ്പൊ ആ എനർജിയെ ആണ് വാസ്തവത്തിൽ ഈ സർപ്പത്തെ കൊണ്ട് നിശ്ചയിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഓരോ കുടുംബത്തിലും ആകാരാധന ഉണ്ടായിട്ട് വന്നതൊക്കെയും അവിടുത്തെ പാരമ്പര്യത്തെ, ആ പരമ്പരകളെ, പൂർവിക പരമ്പരകളുടെ ശക്തിയെ മാത്രം ആയിട്ട് പിതൃവായിട്ടല്ല, അതിന്റെ ആ സൂക്ഷ്മ ശക്തിയെ മാത്രം എടുത്ത് ആരാധിക്കാനുള്ള സൗകര്യത്തിന് ഒരു പ്രത്യേക എൻവയോൺമെന്റ് ഉണ്ടാക്കി ഈ രൂപത്തിൽ, സപ്തരൂപത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഈ പൂർവികമായിട്ട് ആരാധിച്ചു വന്നിരുന്ന ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളമായിട്ട് എന്ന് നമുക്ക് കാണാം. അത് ആണ് പലപ്പോഴും നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില ക്യാൻസർ പോലെയുള്ള രോഗങ്ങളും. ഞാനൊന്ന് ഒബ്സർവ് ചെയ്തൊരു പ്രധാന സംഗതിയാണ്, മറ്റേ വയോവർദ്ധകയാഗം നടത്തിയപ്പോൾ ഈ വന്ന രോഗികളുടെയൊക്കെ ജാതകം ഞാൻ ഒന്ന് നോക്കി, എന്തുകൊണ്ട് ഇവർക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്താണ്. ഇതില് 25 പേരിൽ ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ നാശ സർപ്പസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതവിടെ ക്രിസ്ത്യനോ മുസ്ലിമിനോ ഉള്ള ഭേദം പോലുമില്ല, ഉണ്ടായിരുന്നു. ഏതോ കാരണവശാൽ അങ്ങനെ വന്നിട്ടുള്ളതായിരിക്കണം. എങ്ങനെയാ വന്നതെന്ന് പറയാൻ പറ്റുന്നില്ല പാരമ്പര്യമായിട്ട്. എന്തായാലും ഈ പാരമ്പര്യ ശക്തിയാണ് സർപ്പമായിട്ട് വെച്ച് ആരാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ വരുന്ന ബ്രേക്കാണ് ഈ പറയുന്ന ഈ കോശങ്ങളുടെ നാശാവസ്ഥയും അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയും ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റിയും പ്രധാന കാരണം അതാണ്. അപ്പൊ ഇതിന് എന്നോ ഒരു കാലത്ത് നശിച്ചുപോയി. ഇപ്പം ചോദ്യം ഇതാണല്ലോ, എന്നോ ഒരു കാലത്ത് നശിച്ചുപോയി, അഥവാ ഉണ്ടായിരുന്നതായിട്ട് അറിവ് പോലുമില്ല. പക്ഷേ ജ്യോത്സ്യന്മാര് പ്രശ്നം വയ്ക്കുമ്പോൾ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നു. അതിന് എന്താണ് റെമഡി എന്നാണ് അല്ലേ? അപ്പൊ അതിന് നിവൃത്തിയൊന്നുമില്ല. നമ്മുടെ പൂർവികം എവിടെയായിരുന്നു ഇന്ന് കണ്ടുപിടിക്കാൻ പോലും നിവൃത്തിയില്ല. പൂർവികമായിട്ട് വത്സാരാധന ഉണ്ടായിരുന്നോ എന്നൊന്നും കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങൾ, അതിപ്പോ ഞാനിപ്പോ ഇതിൽ കൂടെ പറയണോ എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. സർപ്പാരാധന, അതായത് പായസഹോമവും സർപ്പബലിയും ദുരിതാവാഹനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പലതുമുണ്ട്. അത് ഏറ്റക്കുറച്ചിലനുസരിച്ച് ഏതാ വേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കും ചെയ്യും. അത് കണ്ടുപിടിക്കാൻ ഏതിനും ഇങ്ങനെ പലപ്പോഴും അത് ഇതാകാൻ മതി, പൈതൃക ദുരിതമാവാൻ മതി. എല്ലാം സർപ്പദോഷം എന്ന് പറഞ്ഞ ആ ഒരു പാമ്പിന്റെ ഗണത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പലപ്പോഴും ഈ ലിങ്ക് അവർക്ക് മനസ്സിലാവില്ല, പല ജ്യോത്സ്യന്മാർക്ക് ഇത് മനസ്സിലാവില്ല, ഇതെന്താണെന്നുള്ളത്. ഈ എല്ലാവരും ഇത്ര തന്നെ മനസ്സിലാക്കുക, ആ സാങ്കേതികത്വം മാത്രം അറിഞ്ഞിട്ട് സർപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രതിഷ്ഠിതമായിട്ടുള്ള സർപ്പം, പാമ്പ്, ഇങ്ങനെയൊക്കെ തന്നെ മാത്രം വിചാരിക്കുന്ന ആൾക്കാരാണ് ഏറെ ജ്യോത്സ്യന്മാരിലേറെ. ഇത് ഏതാണ്, പൈതൃക ദുരിതം തന്നെയാണോ സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ അതിന്റെ കൂടെ അന്വേഷിക്കേണ്ടതാണ്. എന്നിട്ട് ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് പറയാൻ പറ്റും. എന്താണെങ്കിലും സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ മാത്രം ആരാധിക്കുന്ന ഒരു മറ്റ് ഇതര ജീവികളല്ലാതെ പാമ്പിനെന്തോ ഒരു ഭയം നമുക്ക് വിഷമുള്ളത് കൊണ്ട്, ശകലം ഭയം കൂടുതലുള്ളത് കൊണ്ട് ഭയപ്പെടുന്നതിനെയൊക്കെ ആരാധിക്കണമല്ലോ എന്നുള്ള മട്ടിൽ പാമ്പിനെ ആരാധിക്കുന്നതൊന്നും അല്ല കേട്ടോ. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അത് വാസ്തവത്തിൽ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന പ്രതിബിംബങ്ങൾക്ക് പറ്റിയ വസ്തുക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഏറ്റവും നല്ലത് ഈ എനർജിയുടെ വേവ് ലൈക്ക് സഞ്ചാരം തന്നെ മതി. എന്തുകൊണ്ട് പാമ്പിനെ ഒരു പ്രതിബിംബമായിട്ട് എടുത്തു എന്ന് ചിന്തിക്കാൻ. അപ്പൊ വാസ്തവത്തിൽ ഇത് ഈ ഹെറിഡിറ്ററി ആണ് സൂചിപ്പിക്കുന്നത്, ഈ പറയുന്ന സർപ്പദോഷം. അതിനെയാണ് നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരമാണ്. അത് ഓരോരോ തരത്തിലാണ്, അതായത് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിന് പരിഹാരം പറയാൻ. നല്ലൊരു ആചാര്യനെ കണ്ട് സംശയ നിവൃത്തി ചെയ്യേണ്ടതാണ്. അതെ, അല്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ആചാര്യനെ കണ്ടിട്ട് കാണാൻ തന്നെയാണ് നല്ലത്. അല്ലാതെ വെറുതെ അപ്പോ ആറാം ഭാവപതിയും പാതകപതിയും കൂടെ ഒന്നിച്ചായി കഴിഞ്ഞാൽ അതുകൊണ്ട് ശത്രുദോഷം പറയാം, ഉടനെ ശത്രുസംഹാരം എന്ന് മാത്രം ചിന്തിക്കാതെ അതെന്താണ് ശത്രു, ആരാണ് ശത്രു, അഥവാ എന്നിൽ നിന്ന് തന്നെയാണോ ഈ ശത്രുത്വം എനിക്കുണ്ടായിട്ടുള്ളത്, അങ്ങനെയൊക്കെ പലതും ചിന്തിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിക്കാനും കൂടെ പറ്റുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ അവിടെയൊക്കെ വഴി തെറ്റിപ്പോവും. എന്തെങ്കിലുമൊക്കെ രൂപഭാവങ്ങൾ പറയും, അത് ചിലപ്പോ വേറെ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരെയൊക്കെ സംശയിക്കാനിട വരും എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സർപ്പദുരിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ സർപ്പസ്ഥാനങ്ങൾ നശിച്ചത് തന്നെ ആയിക്കൊള്ളണം നിർബന്ധമില്ല. ഹെറിഡിറ്ററിയിൽ വന്നതായിട്ടുള്ള പൈതൃകമായിട്ടുള്ള ദുരിതത്തെ കൊണ്ടും
അതിനെയും മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ രാഹുവിനെ കൊണ്ടാണ് പ്രധാനമായിട്ട് സർപ്പത്തെ ചിന്തിക്കുക. എന്നാൽ കേതുവിനെ കൊണ്ട് ചിന്തിക്കണം, പിന്നെ ഗുളികനെ കൊണ്ട് ചിന്തിക്കണം. അങ്ങനെ വേറെ പല ഗ്രഹങ്ങളെ കൊണ്ടും അതാത് സമയത്തിന് ഗ്രഹക്കാണത്തിനനുസരിച്ച് അതിനൊക്കെ വ്യത്യാസങ്ങൾ വരും. എന്തായാലും പ്രധാനമായിട്ട് രാഹുവിനെ കൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർപ്പദോഷമാണ് എന്ന് മാത്രം, അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാതെ പോലും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അവസാനത്തെ ചോദ്യം അത് വിധിച്ചേച്ചി ചോദിക്കും. തിരുമേനി, ഇത് ചെറിയൊരു പേഴ്സണൽ ചോദ്യമാണ്. ചോദിക്കണോണ്ട് ശരിയല്ലെങ്കിൽ പ്ലീസ് forgive me. മഹാഗണപതിയാണല്ലോ മറ്റേ deity whom you worship. അപ്പോൾ ഞാൻ ഐതിഹ്യമാലയിൽ ഐ ഹവ് സീൻ ഫ്യൂ മറ്റേ എക്സ്പീരിയൻസസ് തിരുമേനിയുടെ ആൻസസ്റ്റേഴ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലത്തെ വല്ല എക്സ്പീരിയൻസ് ഹാവ് യു ഹാഡ് ഡയറക്ട്ലി, ഒരു വിഷൻ പോലെയോ ഓർ സംതിങ് connected to Mahaganapati? I hope it's okay to ask this question. ഇതൊക്കെ ഓരോ റെവലേഷനാണ്. നമ്മൾ കഥകളെ കേട്ടിട്ട് അതങ്ങനെ തന്നെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഉദാഹരണത്തിന്, എൻ്റെ പരമഗുരു എൻ്റെ മുത്തശ്ശൻ തന്നെയാണ്. എനിക്ക് മന്ത്രദീക്ഷ, ഇവിടുത്തെ പാരമ്പര്യ ദീക്ഷ തന്നിട്ടുള്ളത് എൻ്റെ മുത്തശ്ശൻ തന്നെയാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ പുറത്ത് പ്രചാരത്തിലുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പ്രവൃത്തികളെ പറ്റിയൊക്കെ പ്രചാരത്തിൽ ഉണ്ട്. അപ്പൊ അതിലൊരു ഒരു സംഗതിയാണ് ഈ വലിയ ഗുരുതി എന്ന് പറഞ്ഞ 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു കർമ്മയാണ് അവിടെ. അത് ഇവിടുത്തെ കിഴക്കുവശത്തെ പാലച്ചോട്ടില് ഒരു ദിവസം നടത്തുന്നുണ്ട്. അത് നടത്തിയിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയ സമയത്ത് ഈ പന്തം അങ്ങനെ തന്നെ പൊങ്ങി ഈ പാലയിൽ വന്നു ചേർന്നു. ഇതാണ് കഥ. ഞാനിത് എൻ്റെ മുത്തശ്ശനോട് തന്നെ നേരിട്ട് ചോദിച്ചു. പക്ഷെ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. അദ്ദേഹം അറിഞ്ഞൂടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പന്തം പൊങ്ങി പോകണം എന്നൊന്നുമില്ല. ഈ പന്തം എന്തുകൊണ്ടാണ് ഉണ്ടാക്കി? തുണി കൊണ്ടാ? ഏത് മഫത്ലാലിന്റെ ആണോ അതോ നമ്മുടെ അംബാനി സാർ ഉണ്ടാക്കിയ തുണിയാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യം. ഇതൊക്കെ ഓരോരോ തലങ്ങളിൽ മനസ്സിലാക്കേണ്ടതല്ലേ. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സും അതിലും അതീതമായിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന എൻ്റെ സ്വത്വം എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന റെവല്യൂഷനാണ്. അല്ലാണ്ട് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ പൊങ്ങി ഉണ്ടെന്നോ ഇല്ലെന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് മനസ്സിലാക്കാവുന്ന എന്താണ്? ഈ പന്തം എന്ന് പറയുന്നത് എന്താണ്? ഒരുപക്ഷെ ഒരു എന്താ പറയുക, ഈ തെങ്ങിന്റെ പട്ട വെട്ടിയെടുത്തിട്ട് അതിനെ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാണല്ലോ. അപ്പൊ ഇത് എന്തൊക്കെ പൊങ്ങണം? ഈ തെങ്ങിന്റെ പട്ട പൊങ്ങണം, ഈ പറയുന്ന ഏതോ മില്ലില് ഉണ്ടാക്കിയ തുണി അത് പൊങ്ങണം, അതിലൊഴിച്ച ഏതോ ഈ ആട്ടുന്ന മില്ലില് ഉണ്ടാക്കിയെടുത്ത എണ്ണ പൊങ്ങണം. ഇതൊക്കെ പൊങ്ങിയോ എന്ന് ചോദിക്കുന്നതിന് അങ്ങനെയൊക്കെ കൂടി ചോദിക്കേണ്ടി വരില്ലേ? ഇതൊന്നും അല്ല പൊങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താണ്? അതിലും ഉയർന്ന അവസ്ഥയിലുള്ള ഒരു തേജസ് മെർജായി അതിന്റെ സങ്കേതത്തേക്ക് എന്ന് വിചാരിച്ചപ്പോഴേ. പന്തം പൊങ്ങിയോന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം തന്നെയാണ് അതിന്റെ ഏറ്റവും ശരിയായിട്ടുള്ള ശരി. അപ്പൊ ഇവിടെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായിട്ട് ഇങ്ങനെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഞാനും പറന്നിട്ടുണ്ട്. ഞാനും പറന്ന് കൈലാസ പർവ്വതത്തിൽ തൊട്ടിട്ടുണ്ട്. എന്നിട്ട് എന്നെ ഇത് അറിഞ്ഞുകൊണ്ട് ഒരു യോഗിയായിട്ടുള്ള ഒരാളെ എന്നെ വിളിച്ചു, തിരുമേനി ധ്യാനത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പേടിയായിപ്പോയി, തിരിച്ചു വന്നില്ലെങ്കിലോ എന്നാ. ഞാൻ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ള പേടിയായിപ്പോയി. അദ്ദേഹത്തിന് മനസ്സിലായി അത്. എന്നിട്ട് അദ്ദേഹം എന്നെ 2-3 തവണ വിളിച്ചു, തിരുമേനി ധ്യാനത്തിലാണോ എന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ദേഷ്യ വന്നത് ഇയാളോട്. ഞാനിവിടെ എത്തി, കൈലാസ പർവ്വതത്തിൽ എത്തി. ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പറയാണ്ടതെന്ന് ചിലപ്പോ ഈ പറഞ്ഞ പോലെ എംപ്രഷൻ പറഞ്ഞ പോലെ പറയാ. എന്റെ ശരി പന്തം മുകളിലേക്ക് പൊങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുന്നതാണ് ശരി.
എന്നുവെച്ചാൽ ഇത് ഈ ശരി ഓരോ സമയത്തും ഈ ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് പലതരങ്ങളിലാണ് സത്യം. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയാൻ പറ്റില്ല ഒന്നിനെയും. ഞാൻ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയല്ല. ഇപ്പൊ ഞാൻ അങ്ങേ കാണുന്നുണ്ട്, അങ്ങയുടെ രൂപം എന്റെ ഫോണിൽ കാണുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ഇതാണോ അങ്ങ്? അല്ല, ഏതോ തരത്തിലുള്ള ഒരു പ്രതിബിംബം എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയോ ശബ്ദവീഴ്ചകൾ അതും ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു സംബട്ട് ലൈക്ക് ട്രൂത്ത് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നാൽ അബ്സല്യൂട്ട് ട്രൂത്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പാരന്റ്ലി ട്രൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സത്യം എന്താണെന്ന് ആണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റാത്തതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് മതിയായോ? വ്യക്തമാണത്, പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. ക്ലിയർ ആയി തിരുമേനി. ഈ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വളരെ പേഴ്സണലൈസ്ഡ് ആണ്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അതെ. സാധിച്ചൊന്നും വരില്ല. അതെ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്ന, അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചപ്പോൾ. എന്നോട് എല്ലാം പറയുന്ന ആളാണ് എൻ്റെ മുത്തശ്ശൻ. എനിക്ക് മന്ത്രദീക്ഷ തന്നു, ഉപരിദീക്ഷ, പിന്നീട് ഉപരിദീക്ഷയിലെത്തി. അത് കഴിഞ്ഞിട്ട് എന്നോട് ഇനി ഓരോന്നോരോന്നായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇനി താൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പതുക്കെ റിലീവ് ചെയ്യുന്നത് ഞാൻ അനുഭവിച്ച് കണ്ടിട്ടുള്ളതാണ്. ഏതാണ്ട് ഒരു 65, അദ്ദേഹത്തിന്റെ 65-70 പ്രായത്തിൽ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാനത് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തി. എന്നിട്ട് പിന്നീട് അങ്ങനെ ഓരോന്ന് അദ്ദേഹം പിന്നെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വന്ന് സ്വന്തം ദേവാരം മാത്രമേ ചെയ്യുള്ളൂ, അവനവന്റെ സ്വന്തം ജപം മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു അവസ്ഥ വരെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു കടമയുണ്ട്, ഒരു ലിങ്കായിട്ട് ഏൽപ്പിക്കണം എന്നുള്ള. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇനി അയാൾ ചെയ്യും എന്ന് ഒരു വിശ്വാസമായപ്പോൾ അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് അദ്ദേഹം എന്നും നിലനിന്നിട്ടുള്ളൂ. അദ്ദേഹത്തിനോട് ഇത് ചോദിച്ചപ്പോ അറിയില്ല, എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ഇത്രയും സമയം, ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ കുറച്ച് സമയം മുമ്പോട്ട് പോയി. ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദിയും എല്ലാം ഉണ്ട്. അതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നൊരു സെഷനായിരുന്നു. ഇനിയും ഇഷ്ടംപോലെ ചോദിക്കണമെങ്കിൽ ഇനിയും ചോദിക്കാം, പക്ഷേ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് അവിടെ ഇതാവാണ്. ഇനിയൊരു അവസരത്തിൽ തിരുമേനി ഇനിയും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വരണമെന്നൊരു അഭ്യർത്ഥനയും കൂടി അതിലുണ്ട്. വിധു ചേച്ചി, തിരുമേനിക്ക് അറിയോന്ന് അറിയില്ല, മറ്റേ ഐതിഹ്യമാലേന്റെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. അതില് തിരുമേനിയുടെ പേരും തിരുമേനിയുടെ ബ്രദറിന്റെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ സൂര്യകാലടി ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനാണത് ഇത് പ്രസ് റിലീസ്, അല്ല ഇത് ആദ്യമായിട്ട് ബുക്ക് സാധനം റിലീസ് ചെയ്യുന്നത് ഞാനായിരുന്നു. അതായത് മട്ടുകുട്ടിച്ചായൻ ജീവിച്ചിരുന്ന കാലത്ത്, അതായത് കെ മാത്യുവും മറ്റേ വീരേന്ദ്രകുമാറും ചേർന്ന് എനിക്ക് പുസ്തകം തന്നുകൊണ്ടാണത് നിർവഹിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വേർഷൻ. തിരുമേനിക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നന്ദി.